നമസ്കാരം. വളരെയേറെ സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ വീണ്ടും കണ്ടുമുട്ടുന്നതിൽ. പ്രത്യേകിച്ചും ഇതിൽ ഭൂരിപക്ഷം ആളുകളും പുതിയ ആളുകളാണ്, പുതിയ സുഹൃത്തുക്കളാണ്. അക്കാഡമി ഫോർ ലബോറട്ടറി സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും മുഹൂർത്തം കൂടിയാണ്. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് കഴിഞ്ഞ ഡിസംബറിൽ 2024 ഡിസംബറിലാണ് മത്സര MLT അടിസ്ഥാനപ്പെടുത്തിയുള്ള മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനം തുടങ്ങിയത്. അതായത് ഇന്നേക്ക് നമുക്ക് ഏകദേശം 9 മാസം ആണ് നമ്മുടെ പരിശീലനം തുടങ്ങിയിട്ടായിട്ടുള്ളൂ. ആ 9 മാസത്തിനിടക്ക് തന്നെ നമ്മള് വളരെ പ്രസക്തമായിട്ടുള്ള 2-3 പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ നമുക്ക് കൊടുക്കാൻ പറ്റി. ഒന്നെന്ന് പറയുന്നത് DMEയുടെ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകളിലുള്ള ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയുള്ള ഒരു മികച്ച പരിശീലനം ഡിസംബർ 4 തുടങ്ങി ജൂൺ ഏകദേശം ഒരു 15 വരെ, ജൂൺ 12 വരെ നമ്മൾ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി 5 ക്ലാസ്സും 6 ക്ലാസ് ഒക്കെ ആയിട്ടുള്ള നിരന്തര പരിശീലനത്തിലൂടെ നമ്മൾ ക്ലാസ് നടത്തി. കംപ്ലീറ്റ് പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പോർഷൻസ് മെയിൽ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരു മാസം കൃത്യമായിട്ട് റിവിഷന് പോലും നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഒരു മാസത്തെ റിവിഷന് ശേഷം 12-13 ദിവസം നീണ്ടു നിൽക്കുന്ന മാരത്തോൺ സെഷനും ചെയ്യാൻ പറ്റി. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായത് കൊണ്ടാണ്. കേരളത്തിൽ ഇതേ സമയത്ത് തന്നെ, ഇതേ കാലയളവിൽ തന്നെ പല സ്ഥാപനങ്ങളും കോഴ്സുകളൊക്കെ തുടങ്ങുകയും അവർക്കൊന്നും അവസാനം പോലും പല പോർഷൻസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുണ്ടായില്ല. നിർഭാഗ്യവശാൽ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഒരു സിസ്റ്റമാറ്റിക് പ്ലാൻ ഇല്ലാത്തത് കൊണ്ടായിരുന്നു നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് കുട്ടികളിൽ നിന്ന്. അപ്പൊ ALS സംബന്ധിച്ചിടത്തോളം തികച്ചും വളരെ വലിയ വ്യക്തമായൊരു വിജയമായിരുന്നു. കാരണം 6 മാസം കൊണ്ട് 7 മാസം കൊണ്ട് DMEയുടെ സിലബസ് കംപ്ലീറ്റ്, ഓൾമോസ്റ്റ് 99.9% സിലബസ് നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകളിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മാസം നീണ്ടുനിന്ന റിവിഷൻ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 12 ദിവസം നീണ്ടുനിന്ന മാരത്തോൺ സെഷൻ നമുക്ക് ഈ 7 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികളൊക്കെ, അതിൽ പങ്കെടുത്ത പഠിതാക്കൾ, കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത പഠിതാക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ട്രെയിൻ ആയിരുന്നു. കാരണം ചില വീക്കിലൊക്കെ 6 ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവരത് മാനേജ് ചെയ്ത് പോയവരൊക്കെ 65 മാർക്കിന് മുകളിലൊക്കെ സ്കോർ ചെയ്ത ധാരാളം കുട്ടികളുണ്ട്. അവരൊക്കെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യത്തെ 50 തന്നെ, 50ന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെ. രണ്ടാമത് നമ്മൾ നടത്തിയ ഒരു പരീക്ഷ, അത് ഇടക്കാലത്ത് കുറച്ച് കുട്ടികളുടെ ആവശ്യപ്രകാരം നടത്തിയ ഒരു പരീക്ഷയായിരുന്നു MSc MLT എൻട്രൻസ് പരീക്ഷ എന്ന് പറയുന്നത്. ഈ MSc MLT എൻട്രൻസ് പരീക്ഷ ഒരു ഷോർട്ട് ടേം കോഴ്സ് പോലെയാണ് നമ്മൾ സംഘടിപ്പിച്ചത്. ഏകദേശം ഒരു 1 മന്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു 8-10 ക്വസ്റ്റ്യൻ പേപ്പർ, പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളെ ഇഴ കീറി പരിശോധിച്ചിട്ടുള്ള ഒരു പരിശീലനമായിരുന്നു. അതോടൊപ്പം തന്നെ DME ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത കുട്ടികളും അതിനകത്തുണ്ടായിരുന്നു. അതിന് റിസൾട്ട് വന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുഹാസിന്റെ MSc MLT എൻട്രൻസ് പരീക്ഷയിലെ 1ാം റാങ്ക്, 4ാം റാങ്ക്, ജിപ്മർ 5ാം റാങ്ക്, കുഹാസ് 10, 15, 17 റാങ്കുകളൊക്കെ ALSലെ മിടുക്കികളും മിടുക്കന്മാരുമാണ് ഏറ്റെടുത്തത്. അപ്പൊ ആ സന്തോഷം നിങ്ങളോടുകൂടി പങ്കുവെക്കുകയാണ്. പിന്നെ മൂന്നാമത് നടക്കുന്ന ബാച്ച് എന്ന് പറയുന്നത് അക്കാഡമി ഓഫ് ലബോറട്ടറി സയൻസ് സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള ഒരു ബാച്ചാണ്. കാരണം എന്താ വെച്ചാൽ, കേരളത്തില് MLT മേഖലയിലെ ഏറ്റവും വലിയ കോഴ്സ് എന്ന് പറയുന്നത് MSc MLT ആണല്ലോ. MSc MLT കഴിഞ്ഞ ആളുകൾക്കുള്ള ഒരു പരിശീലനം, അതായത് അവർക്ക് എഴുതാൻ കഴിയുന്ന ഒരു പ്രത്യേക പരീക്ഷ, ജൂനിയർ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന ഒരു പരീക്ഷ, JSO. ആ പരീക്ഷ അവസാനം നടന്നത് 2014-ലാണ്. ഇനി അത് നടക്കാൻ പോകുന്നത് 2025, ഈ വർഷമാണ് അടുത്ത പരീക്ഷ നടക്കാൻ പോകുന്നത്. ഒരു 11 വർഷത്തിന് ശേഷമുള്ള ഒരു പരീക്ഷയാണ്. അപ്പോ അതിനിടക്ക് പഠിച്ചിറങ്ങിയിട്ടുള്ള MSc MLTക്കാരായിട്ടുള്ള 130ഓളം കാൻഡിഡേറ്റ്സ് ഇപ്പോൾ അണിയറയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 100-135 പേരെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും MSc MLT കഴിഞ്ഞവരാണ്. കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ പഠിച്ച് MSc MLT പൂർത്തിയാക്കിയവർക്കാണ് ഈ പരിശീലനം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും മികവുറ്റ
എക്സാമുകൾക്ക് പോലും പരിശീലനം കൊടുക്കാൻ തക്ക ശേഷിയുള്ള ഒരു ടീമാണ് ALS എന്ന് നിങ്ങളെ ആദ്യമേ ഞാൻ ബോധ്യപ്പെടുത്തുക. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നല്ല. സിലബസിന്റെ എക്സ്ട്രീം ലെവലിൽ പോയിട്ട് അപ്പൊ അവർക്ക് ക്ലാസ് എടുക്കുന്നവരുടെ ക്വാളിറ്റിയും അവരുടെ കപ്പാസിറ്റിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കോൺഫിഡൻസ് നിങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പായി നമ്മൾക്ക്. പിന്നെ ഒരു വർഷത്തെ നിരന്തരമായിട്ടുള്ള ഈ ഒരു പരിചയം കൊണ്ട് ഇനി എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് കഴിഞ്ഞ ബാച്ചുകളെക്കാൾ ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ പരിശീലനം നടത്താം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലും നമ്മൾ എത്തിയിട്ടുണ്ട്. അതിന് കൃത്യമായ ഒരു പാറ്റേണ്, പ്ലാന്, നിങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെയായിരിക്കണം നമ്മൾ ഒരു വർഷം കൊണ്ടുപോകേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സാധാരണ ഒരു കോച്ചിങ് ക്ലാസ് ചെല്ലുന്നു, നിങ്ങൾ കുറെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, കുറെ പരീക്ഷ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഫുൾ പാക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഒരു ഫുൾ പാക്ക് എന്ന് പറഞ്ഞാൽ A to Z. മനസ്സിലായല്ലോ? നിങ്ങൾ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്ത് പഠിച്ചു തുടങ്ങണം, എന്ത് വായിക്കണം, എങ്ങനെ പുസ്തകത്തെ എഴുതണം, എങ്ങനെ റിവൈസ് ചെയ്യണം, എങ്ങനെ മന്ത്ലി റിവൈസ് ചെയ്യണം, എങ്ങനെ ടെസ്റ്റ് പേപ്പറുകൾ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ മോക്ക് ടെസ്റ്റുകൾ എഴുതണം, എങ്ങനെയാണ് നിങ്ങൾ റിവിഷൻ ക്ലാസ്സുകൾ നോക്കേണ്ടത്, എങ്ങനെയാണ് മാരത്തോൺ അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു 1 ഇയർ കൊണ്ട് BSc MLTയുടെ നിലവാരത്തിലുള്ള ഒരു സിലബസ് കവർ ചെയ്ത് പോകേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പാക്കറ്റ്, ഒരു 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 പാക്ക് നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണ്. നിങ്ങളത് കൃത്യമായിട്ട് വൃത്തിയായിട്ടും ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രം മതി. അപ്പൊ അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഒരു സർക്കാർ ജോലി കിട്ടിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ബോധ്യം വേണം. അപ്പൊ ഞാൻ ഈ ക്ലാസ്സുകളിലൊക്കെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജസ്റ്റ് സീനിയർ ആയിട്ടുള്ള 1, 2, 3, 4 വർഷമൊക്കെ സീനിയർ ആയിട്ടുള്ള ആളുകൾ, നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ DHS നിങ്ങളുടെ തൊട്ടടുത്തുള്ള പബ്ലിക് ഹെൽത്ത് സെന്ററിലോ അല്ലെ DMEയിലൊക്കെ ജോലി കിട്ടിയ ആളുകൾ, അവരെ സമീപിക്കുക. അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ജോലിയുടെ സ്വഭാവമൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അത് ചിലപ്പോ ശമ്പളം ചിലപ്പോൾ പറഞ്ഞു തന്നേക്കാം, തന്നില്ലെങ്കിലും അവർക്ക് നല്ലൊരു പാക്കേജ് കിട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അവരുടെ ജോലിയുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കുക. നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾ ഇപ്പോ സ്വകാര്യ ലാബുകളിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ നേരിട്ട് കാണുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് തോന്നും. ചിലപ്പോൾ നമ്മൾ അത്രയൊക്കെ പഠിക്കുന്ന സ്കൂളുകളിൽ നമ്മൾ അതേ നിലവാരത്തിലൊക്കെ പഠിച്ച, ആവറേജ് നിലവാരത്തിലൊക്കെ പഠിച്ച ആളുകളൊക്കെ തന്നെയാണ്. അവരൊക്കെയാണ് ഇപ്പൊ സർക്കാർ സർവീസിലുള്ളത്. അതിബുദ്ധിമാന്മാരൊന്നും അല്ല, ഒക്കെ സാധാരണക്കാരൊക്കെ തന്നെയാണ്, ആവറേജ് ബുദ്ധിയുള്ളവരൊക്കെ തന്നെയാണ്, കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ നിങ്ങളെപ്പോലത്തെ ആളുകൾ തന്നെയാണ്. അവരൊക്കെ സർവീസിലുണ്ട്. അപ്പൊ അവരെങ്ങനെ എത്തിച്ചേർന്നതെന്ന് അവരോട് തന്നെ സംസാരിക്കുക. ചില 1, 2 ആളുകൾ, ഒരു 5% ആളുകൾക്ക് നെഗറ്റീവ് പെർസ്പെക്റ്റീവ് ഒക്കെ ഉള്ളവരുണ്ട്. അവരോടെങ്കിലും സംസാരിക്കാൻ പോവുകയും ചെയ്യരുത്. മനസ്സിലായല്ലോ? അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പൊ അതൊരു അനുഭവമാണ്. അപ്പൊ അവരെ ചിലപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും, ഇന്ന പുസ്തകം വായിച്ചോളെന്നൊക്കെ പറയും. അതൊക്കെ നിങ്ങൾ കേൾക്കുക, ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അപ്പോ ആദ്യം നമുക്കൊരു ജോലി വേണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏകദേശം ഇപ്പോഴത്തെ DME ആണെങ്കിൽ DHS ആണ്, നമ്മുടെ സ്കെയിലൊക്കെ വരുന്നത് 40,000 to 80,000, 83,000 എന്ന് പറയുന്ന രീതിയിലൊക്കെ ഒരു സ്കെയിലാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾ സർവീസ് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക. ബേസിക് സാലറി എത്രയായിരിക്കും, DNS അലവൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, HR ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു 50,000 മേളിൽ എന്തായാലും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ശമ്പളം കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഏകദേശ ഒരു ധാരണ. മനസ്സിലായല്ലോ? അപ്പൊ ഒരു വർഷം ഏകദേശം ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ തന്നെ വേറെ മറ്റു നിങ്ങൾക്ക് ബോണസ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഏകദേശം ഒരു 50,000 രൂപ വെച്ച് ഒരു വർഷം 6 ലക്ഷം രൂപ കിട്ടും. 6 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത്, വേറെ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ തന്നെ 6 ലക്ഷം രൂപ നിങ്ങൾക്ക് ശമ്പളമായിട്ട് വരുന്നുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ആകെ 6,000 രൂപ അല്ലെങ്കിൽ 8,000 രൂപ ഫീസ് വാങ്ങിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു 1%, നിങ്ങൾ ഒരു വർഷം വാങ്ങാൻ പോകുന്ന ശമ്പളത്തിന്റെ 1% ഇവിടെ നിങ്ങൾ ഫീസ് ആയിട്ട് പോലും തരുന്നുള്ളൂ. അപ്പൊ അതൊരു വളരെ നോമിനൽ തുകയാണ്. പക്ഷെ അതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അപ്പൊ കഴിഞ്ഞ വർഷം പറ്റിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറെ പേർക്ക് എന്ത് സംഭവിച്ചു ചോദിച്ചാൽ, ആ ഒരു ഡിഫക്ട് നിങ്ങൾക്ക് സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ബാക്കി ഞാൻ കുറച്ച് കാര്യങ്ങൾ ആരിഫ് സാറിന്റെ പ്രസന്റേഷൻ ശേഷം ഞാൻ പറയാൻ കേട്ടോ. ലാസ്റ്റ് അതായത് 1 ഇയറിന്റെ പ്രസന്റേഷൻ നിങ്ങൾക്ക് ഞാൻ സാറ് അവതരിപ്പിക്കുക എന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ. അപ്പൊ കഴിഞ്ഞ വർഷത്തേക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഈ സെഷന് ശേഷം പറയാം, സാറിന്റെ സെഷന് ശേഷം പറയാം. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാം. അപ്പോൾ എന്താണ് ALS ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ആരിഫ് സാർ വിശദീകരിക്കും. അതിനു മുമ്പ് നമ്മുടെ മുഖ്യ രക്ഷാധികാരി, ഈ സ്ഥാപനത്തിന്റെ അക്കാഡമി ഫോർ ലബോറട്ടറി സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ലബോറട്ടറി പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റിനും വേണ്ടി എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുകയും അതിൽ കുറച്ചെങ്കിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ടീമാണ്. നമ്മൾ MLT കുടുംബാംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്.
അപ്പൊ നമ്മുടെ ഒരു പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇത് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി നടത്തുന്ന ഒരു സംവിധാനമാണ്. ഇതൊരു കോച്ചിങ് സെന്ററിന്റെ അപ്പുറത്തേക്ക് MLT കമ്മ്യൂണിറ്റിന്റെ പ്രൊഫഷണൽ ആൻഡ് എത്തിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയാണ്. മനസ്സിലായല്ലോ? അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ചിന്തയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രൊജക്റ്റിലുണ്ട്. അതിന്റെ ഒരു സൈഡ്, ഒരു ലൈൻ ആണെന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഏറ്റവും നല്ല കോച്ചിങ് ഏറ്റവും നോമിനൽ റേറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കേരളത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ച് നോക്കൂ, അവരൊക്കെ കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും മികച്ച കോച്ചിങ് ഏറ്റവും നോമിനൽ റേറ്റിൽ ഏറ്റവും ക്വാളിറ്റി കോച്ചിങ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കി എങ്ങനെയാ നിങ്ങൾ പഠിക്കുക ഒക്കെ ഈ പ്രസന്റേഷന് ശേഷം പറയാം. അപ്പൊ അതിനു മുമ്പ് മുഖ്യ രക്ഷാധികാരി പ്രിൻസിപ്പൽ അല്ലെങ്കിൽ നമ്മുടെ ചീഫ് പാട്രൺ ചന്ദ്രൻ സാറാണ്. ചന്ദ്രൻ സാറിനെ നിങ്ങൾക്ക് ഭൂരിപക്ഷം ആളുകൾക്കും അറിയായിരിക്കും. ഞങ്ങളൊക്കെ പഠിപ്പിച്ച അധ്യാപകനാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞങ്ങളൊക്കെ BSc MLT പഠിപ്പിച്ച് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന് അവിടുന്ന് ഒരു പ്രൊഫസർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പൊ ഒരു പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു കോളേജില് പ്രിൻസിപ്പളായിട്ട് റിട്ടയർഡ് ലൈഫിലും ജോലി ചെയ്യുകയും പഠിപ്പിക്കുകയും ഈ MLT ഫീൽഡിനോട് അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സാറാണ് ചന്ദ്രൻ സാറ്. സാറാണ് നമ്മുടെ കോച്ചിങ് സെന്ററിന്റെയും പാട്രൺ. അപ്പൊ സാറും നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. മനസ്സിലായല്ലോ? സാർ ഇത്രയും താല്പര്യത്തോടു കൂടി നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ട്. ഓരോ ദിവസം കാര്യങ്ങൾ അന്വേഷിക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിച്ചും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്തും. അപ്പൊ അങ്ങനെ ആ സാറിന്റെ ഒരു സംരക്ഷണത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാറ് കൂടെ ഉണ്ട്. സാറ് കുറച്ചു നേരം ഞങ്ങളോട് സംസാരിക്കും. അതിനുശേഷം ആരിഫ് സാറ് ചീഫ് പ്രസന്റേഷൻ നടത്തും. വാട്ട് ആർ വി ആർ ഗോയിങ് ടു ഡു 1 ഇയർ. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ചന്ദ്രൻ സാർ. ഓക്കെ എൻ്റെ എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ALSന്റെ അമരക്കാരും ഡയറക്ടർമാരായ ലത്തീഫ്, ഷാജി, ആരിഫ്, പിന്നെ ഇതിന്റെ ടെക്നിക്കൽ എക്സ്പേർട്ട് അജി, എല്ലാവർക്കും നല്ലൊരു സായം സന്ധ്യ നേരുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ അക്കാഡമി ഓഫ് ലബോറട്ടറി സയൻസസിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഞങ്ങൾക്കും അതിലേറെ പ്രതീക്ഷകളുണ്ട്. ഈ ALSനെ പറ്റി ഇനി ഒരു ആമുഖത്തിന്റെ അത്യാവശ്യമൊന്നുമില്ല. കാര്യം ALSനെ പറ്റി ഇപ്പോൾ ഒരു എല്ലാവർക്കും അറിയാം. ലത്തീഫ് സാറിപ്പം കുറെ കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും എനിക്ക് 1-2 കാര്യങ്ങൾ ALSനെ പറ്റി പറയാൻ, ALSന്റെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ പലപ്പോഴും പറയുന്നതാണ്. എങ്കിലും പുതുതായിട്ട് വന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി അതൊന്ന് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. അപ്പോൾ ലത്തീഫ് സാർ പറഞ്ഞു ALS ഇതൊരു വെറും ഒരു കോച്ചിങ് സെന്റർ അല്ല, അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ALS എന്നത്. അപ്പോ ഇതിന്റെ ഈ അക്കാഡമി ഓഫ് ലബോറട്ടറി സയൻസിന്റെ പിറവിക്ക് ഹേതുവായിട്ട് ഉള്ള 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, മെഡിക്കൽ ലബോറട്ടറി വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങിയ ആൾക്കാർക്ക് ഒരു വഴികാട്ടിയായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. എപ്പോഴും BS MLT അല്ലെങ്കിൽ MLT വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ആൾക്കാർക്ക് വഴികാട്ടിയായി നിൽക്കുക എന്നത് തന്നെയാണ് ഞങ്ങൾ ALSന്റെ ഉദ്ദേശം തന്നെ. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പലർക്കും ജോലി ലഭിക്കാൻ വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളെ ഉദ്ദേശം. പിന്നെ ജോലി ചെയ്യുന്നവരുണ്ടാവും, പ്രൊഫഷണൽസ് ഉണ്ടാവും. അവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിവാരണം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ ലബോറട്ടറി മേഖലയിലെ പുതിയ പ്രവണതകളൊക്കെ വരുമ്പോൾ, അതായത് റീസെന്റ് അഡ്വാൻസസ് ഒക്കെ വരുമ്പോൾ അത് ഇതിന്റെ പ്രൊഫഷണലുകൾക്കും തൊഴിലന്വേഷകരിലേക്കും എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാന്നുണ്ട്. പിന്നെ മോട്ടിവേഷൻ, അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ALSന്റെ. നമ്മളെ ലത്തീഫ് സാർ തന്നെ നല്ലൊരു മോട്ടിവേറ്റർ ആണ്. ഈ ലത്തീഫ് സാറിന്റെ മോട്ടിവേഷൻ ഉണ്ടാവും ഇടയ്ക്കിടെ. അത് കൂടാതെ തന്നെ നമ്മുടെ മെഡിക്കൽ ഈ ലബോറട്ടറി വിദ്യാഭ്യാസം, അതായത് MLTയും BS MLTയും MS MLTയും ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പലരും PhD എടുത്തിട്ടുണ്ട്, പലരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ
ലബോറട്ടറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ഈ കോഴ്സ് കഴിഞ്ഞിട്ട്, ഈ MLT വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഈ മേഖലയിൽ എത്തിയത് എന്നുള്ളത് അവര് തന്നെ വിവരിക്കുന്ന ഒരുപാട് കരിയർ ടോക്കുകൾ നമ്മൾ ALS നടത്തിയിട്ടുണ്ട്. അതാണ് എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഏതൊക്കെ റൂട്ടിലേക്ക് നമുക്ക് പോകാം, ആ റൂട്ടിലേക്ക് പോകാനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പരീക്ഷ പാസ്സാവാൻ, അങ്ങനെ പല പല പരീക്ഷകൾ എങ്ങനെ പാസ്സായി എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഈ ലബോറട്ടറി പ്രൊഫഷണലുകളിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടെ ഒരു കരിയർ ടോക്കുകൾ നടത്താറുണ്ട്. അങ്ങനെ ഒരു 5-8 സീരീസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് പഠനമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ ഈവൻ സാമ്പത്തികമായിട്ട് തന്നെ സഹായിക്കുന്ന അത് നോക്കിയിട്ടൊക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വേറെ ജനറലായിട്ട് കാര്യം പറഞ്ഞാൽ, ഇത് നമ്മൾ വാങ്ങുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരൊന്നുമില്ല, മറ്റുള്ള കോച്ചിങ് സെന്റർമാരെ ഒത്തിരി പേരുകളൊന്നും നമ്മളിലേക്ക് വരുന്നില്ല. പക്ഷെ ഈ വാങ്ങുന്ന ഈ ചെറിയ തുച്ഛമായ ഈ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോ മറ്റുള്ള ആൾക്കാരും അത് വ്യക്തിഗതമായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നേ ഇല്ല. അത് നമ്മൾ ALSന്റെ ഈ ലബോറട്ടറി എഡ്യൂക്കേഷന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആരും സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നില്ല. അത് നമ്മളെ ഈ ALSന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അത് നമ്മുടെ സൊസൈറ്റി ലബോറട്ടറി സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അത് ചെലവഴിക്കുന്നത്. നമ്മൾ ഇതിൽ ക്ലാസ് എടുക്കുന്ന ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്, നല്ല റിസോഴ്സ് നമുക്കുണ്ട്. ആ റിസോഴ്സ് പേഴ്സൺസ് ഒക്കെ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ റെമുനറേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കാം, മറ്റുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ALSന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ALSന് ഉണ്ടാവണം. പിന്നെ ഒന്ന് രണ്ട് കാര്യം ഈ ലോങ് ടേം ബാച്ചുകാരോട് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത്, ഇതൊരു ലോങ് ടേം ബാച്ചാണ്. അതുകൊണ്ട് 1 വർഷത്തോളം നിങ്ങൾ ഇവിടെ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഉഴപ്പാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എല്ലാവരും ഉഴപ്പും, ഇന്നൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കുഴപ്പമില്ല, ഇനിയും കുറെ കാലം ഉണ്ടല്ലോ, പിന്നീട് അടുത്ത ക്ലാസ്സിൽ ആ ക്ലാസ് ഒന്നുകൂടി കേൾക്കാം, അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് കേൾക്കാം എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും. അങ്ങനെ വിചാരിക്കാന്നല്ലാതെ നിങ്ങൾ വീഡിയോ ക്ലാസ് കേൾക്കുകയില്ല, നിങ്ങൾ ആ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാനും തോന്നില്ല. അങ്ങനെയുള്ളൊരു സ്വഭാവം പലർക്കും ഉണ്ട്. ലോങ് ടേം ആവുമ്പോൾ പ്രത്യേകിച്ച്. ക്രേഷ് കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഡെയിലി വരും, വന്ന് കേട്ട് അതിന്റെ പുറകെ പോകും. പക്ഷെ ലോങ് ടേം ആകുമ്പോൾ പലർക്കും ലൈവ് ക്ലാസ്സിൽ വരാനുള്ള ഒരു ഉണ്ടാവില്ല. അത് മാത്രമല്ല, പിന്നെ നമുക്ക് വീഡിയോ ക്ലാസ് കേൾക്കാമല്ലോ എന്ന് വിചാരിക്കും, പക്ഷെ പിന്നീട് വീഡിയോ ക്ലാസ് കേൾക്കാറുണ്ടാവില്ല. അങ്ങനെ കുറച്ച് ദിവസം ഉഴപ്പിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്വാഭാവികമായിട്ടും ക്ലാസ്സിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ കീഴടങ്ങി വിത്ഡ്രോ ചെയ്ത് പോകുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് വരും. അത് തീരെ പാടില്ല. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ എല്ലാവരും കയറിയിരിക്കണം. നാളത്തെ ഒരു ക്ലാസ് നിങ്ങൾ കയറിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ വിത്ഡ്രോവൽ സിംറ്റം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും ലൈവ് ക്ലാസ്സിൽ വരണം എന്നുള്ളത് മസ്റ്റാണ്. ലൈവ് ക്ലാസ്സിൽ വന്നാൽ മാത്രം പോരാ, ആ ക്ലാസ് നന്നായിട്ട് പഠിക്കുക, ശ്രദ്ധിക്കുക, നോട്ട് എഴുതി വെക്കുക, സംശയങ്ങൾ ചോദിക്കുക. അന്നപ്പോൾ സംശയം ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴും വേണമെങ്കിൽ ചോദിക്കുക. നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസുകളും സംശയങ്ങൾ കേൾക്കാനും അതിന് ഉത്തരം പറയാനും അവർക്കും വളരെ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അത്തരം ഫാക്കൽറ്റികളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആ ഫാക്കൽറ്റീസിനെ നിങ്ങൾ പരമാവധി ഉപയോഗിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഓരോരോ ക്ലാസ് കഴിഞ്ഞ അന്നപ്പോൾ സംശയം ഉണ്ടെങ്കിൽ അന്നപ്പോൾ ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വേണം, ഏത് പാതിരാത്രിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക, ഇന്നൊരു സംശയമുണ്ട്, അതിന് ഉത്തരം പറഞ്ഞു തരണം. അങ്ങനെ നിങ്ങൾ ALSന്റെ കൂടെ ഒഴുകണം, കൂടെ നീങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ കേട്ട് പഠിച്ച് ആ പഠിച്ച വിവരങ്ങൾ നിങ്ങളെ മനസ്സിലേക്ക് സെമെന്റ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. അത് നിങ്ങൾ എന്തായാലും ചെയ്യണം. റെക്കോർഡഡ് ക്ലാസ് കേൾക്കുന്നതിലുപരി ലൈവ് ക്ലാസ്സിൽ വരിക, അറ്റൻഡ് ചെയ്യുക. റെക്കോർഡ് ക്ലാസ് വരാത്തവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, വന്നവർക്ക് ഒന്നും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ് ക്ലാസ് നമ്മൾ ALS ആപ്പിൽ ഇടുന്നത്. അതുകൊണ്ട് അത് ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. തുടരെ എപ്പോഴും എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുക, എല്ലാ ക്ലാസ്സിലും ALSന്റെ കൂടെ സഞ്ചരിക്കുക, സംശയങ്ങൾ ചോദിക്കുക, കാര്യങ്ങൾ കേട്ട് പഠിക്കുക, കണ്ടു പഠിക്കുക ഒക്കെ ചെയ്യുക. ഇനി നമുക്ക് ആരിഫ് സാറ് ഈ ക്ലാസിന്റെ സ്ട്രക്ചറിനെ പറ്റി പറയും. ലത്തീഫ് സാറും ഇതിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയും. നമുക്ക് വേറെ ഷാജി സാറുണ്ട്. ഷാജി സാർ എന്തോ തിരക്കിലാണ്, വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും നല്ല ഒരു ടീമാണ് ALSന്റേത്.
നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്, നല്ല ഡയറക്ടേഴ്സ് ആണ്. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വേറെ ആരോ ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ഒരു കോച്ചിങ് ക്ലാസ് അല്ല. ഇത് റൺ ചെയ്യുന്നത് പറഞ്ഞാൽ MLT കഴിഞ്ഞ ആൾക്കാർ, MLT കഴിഞ്ഞ് എല്ലാ പലതരം ലാബുകളിലൊക്കെ ജോലി ചെയ്ത് DHSും DMEയിലൊക്കെ ചെയ്ത് അവിടുന്ന് ലീവ് എടുത്ത് ഗൾഫിൽ ഉന്നത ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് MLTയെ പറ്റി നന്നായിട്ട് അറിയാം, അവരാണ് ഇത് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ടോട്ടൽ MLTNs നടത്തുന്ന അല്ലെങ്കിൽ MLTക്കാർക്ക് വേണ്ടി നടത്തുന്ന ഒരു സ്ഥാപനമാണിത്. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ദിവസവും എല്ലാ ക്ലാസ്സുകളും കയറുക, ഇതിനെ കൂടെ തന്നെ സഞ്ചരിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ ലത്തീഫ് സാർ. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. വളരെ നല്ല ഹൃദ്യമായ വാക്കുകൾക്ക് നന്ദി. അതോടൊപ്പം തന്നെ വളരെ കുട്ടികൾക്ക് നല്ലൊരു ഉപദേശമാണ് കൊടുത്തത്. ഈ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിന് വരിക എന്നുള്ളത്. ഒന്ന് രണ്ട് ക്ലാസ്സുകൾ മിസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ മിസ്സാവണമെന്ന് തോന്നും. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം അതായിരുന്നു. അത് സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബാക്കി നമുക്ക് ഇപ്പോ നാട്ടിലെ 8:30 മണിയായി, നമുക്കൊരു പ്രസന്റേഷനിലേക്ക് പോവാം. എങ്ങനെയായിരിക്കും ഒരു വർഷത്തെ ALSന്റെ പ്രോഗ്രാം? ആരിഫ് സാറിനെ, നമ്മുടെ അക്കാഡമിക് കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ആരിഫ് സാറാണ്. ആരിഫ് സാറ് വളരെ മികച്ച ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എക്സ്പേർട്ടാണ്. അത് MLT എന്ന് മാത്രമല്ല, അദ്ദേഹം ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല എക്സാമുകളും ചെയ്തിട്ടുള്ള ഒരാളാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആവട്ടെ, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ആവട്ടെ, ഈവൻ സിവിൽ സർവീസ് പോലെയുള്ള പല പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ എല്ലാ അടവുകളും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പം എല്ലാവിധ ആദരവുകളോടുകൂടി സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട സുഹൃത്തിനെ നമ്മുടെ ഈ പ്രസന്റേഷൻ നടത്താൻ വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു. താങ്ക് യു ലത്തീഫ് സാർ. ചന്ദ്രൻ സാർ, എല്ലാവർക്കും കേൾക്കാലോ അല്ലെ? സ്ലൈഡ് കാണാൻ പറ്റും തോന്നുന്നുണ്ട്, കേൾക്കാനും പറ്റില്ലേ? യെസ്, സ്ലൈഡ് കാണുന്നില്ലല്ലോ, ഉണ്ടോ? ഉണ്ട്. ഓക്കെ ഇറ്റ്സ് ഓക്കെ. ഓക്കെ നൗ ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമ്മൾ ഇറ്റ്സ് ഓക്കെ. ഇന്നത്തെ പറഞ്ഞാൽ ലോങ് ടേം ബാച്ചിന്റെ ഓറിയന്റേഷൻ ആണ്. ലോങ് ടേം ബാച്ച് ഒരുപാട് റിക്വസ്റ്റിന്റെ പുറത്തുണ്ടായ ഒരു ബാച്ചാണ്. എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഒരു കണ്ടിന്യൂറ്റി ഓഫ് ലബോറട്ടറി എഡ്യൂക്കേഷൻ, അതാണ് പല ആൾക്കാരുടെ ഈ ലോങ് ടേം ബാച്ച് എന്നുള്ള ഇതിലേക്ക്, ഈ കൺസെപ്റ്റിലേക്ക് നമ്മളെ ശരിക്കും ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങാനുണ്ടായ കാരണം. അതായത് ഇപ്പം ഇൻ പ്രസന്റ് എന്താ പറയാ, നമ്മളെ ഒരു ഇതിൽ അറ്റ് പ്രസന്റ് ഒരു എക്സാമും ഇപ്പൊ എന്തില്ല, റീസെന്റ് ഫ്യൂച്ചറിൽ ഇല്ല. അതായത് DHS ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കേരള PSC എക്സാംസ്. പക്ഷെ പല ആൾക്കാർക്കും കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ലബോറട്ടറി മെഡിസിനിലെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ലോങ് ടേം ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണം. പിന്നെ ഈ ലോങ് ടേം ബാച്ചിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വാട്ട് എവർ എക്സാം കംസ് ഇൻ ബിറ്റ്വീൻ, അതിനെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ RRB ആണെന്നുണ്ടെങ്കിലും, പിന്നെ CRE ആണെന്നുണ്ടെങ്കിലും, പിന്നെ ഈ MSc MLT എൻട്രൻസ് എക്സാം ആണെന്നുണ്ടെങ്കിലും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഷെഡ്യൂൾ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളെ ടോപ്പിക്സ് എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളെ കേരള BSc MLT സിലബസ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്ന പാർട്സ് അതെല്ലാം തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ DME DMEന്റെ സിലബസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജൂനിയർ സയന്റിഫിക് ഓഫീസർ JSOന്റെ സിലബസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ CRE, പിന്നെ അങ്ങനെ എല്ലാ നമ്മളെ MLT റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്ന എല്ലാ എക്സാമിന്റെയും ഓരോ സബ് സെഗ്മെന്റും നമ്മളെ ഈ ലോങ് ടേം ബാച്ചിൽ ഇൻകോർപ്പറേറ്റഡ് ആണ്. പിന്നെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ കോഴ്സ് അങ്ങ് തീരുന്നതോടുകൂടി നമ്മളെ കയ്യിലൊരു ഹാൻഡി മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ എൻ്റെ വീട്ടിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ശരിക്കും അബുദാബിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോഴും പല ബുക്സും ഉണ്ട്. ഇപ്പൊ ഹെൻറി ഉണ്ട്, ടീറ്റ്സ് ഉണ്ട്, ബിഷപ്പ് ഉണ്ട്, അങ്ങനെ കുറേ ബുക്സ് ഉണ്ട്. പിന്നെ അനന്തനാരായണൻ ഉണ്ട്, വാസുദേവൻ ശ്രീകുമാരി ഉണ്ട്. അപ്പോൾ ഈ ബുക്കുകളെല്ലാം എന്താ പറയാ, ഞാൻ ഫസ്റ്റ് തവണ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കൊണ്ടുവന്നതും പിന്നെ പുതിയ എഡിഷൻ വരുമ്പോൾ പുതിയത് വാങ്ങിക്കൊണ്ടിരുന്നതുമാണ്. പക്ഷെ അതെല്ലാം നമുക്ക് റെഫർ ചെയ്യാന്ന് പറഞ്ഞാൽ, ഓരോ എന്താ പറയാ, ഒരു വർക്കിംഗ് ആൾക്കാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിലും, അതെല്ലാം റെഫർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഇംപ്രാക്ടിക്കബിൾ ആണ്.
ആ സ്ഥലത്തേക്കാണ് എന്ത് വരുന്നത്, ഈ ALSനെ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് മെക്കാനിസം എന്നുള്ള രീതിയിലാണ് നമ്മൾ ശരിക്കും ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഫീൽഡിലേക്ക് നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഒരു സപ്പോർട്ട് മെക്കാനിസം. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനലി നമുക്ക് എന്താ കിട്ടുക, ഒരു ഹാൻഡി റെഫറൻസ് മെറ്റീരിയൽ ഉണ്ടാവും. ആ റെഫറൻസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് യുവർ ലൈഫ്, ഇപ്പോൾ നിങ്ങൾ ഒരു 1 ഇയർ ബാച്ചിനാണ് നിങ്ങൾ ജോയിൻ ചെയ്യുക, പക്ഷേ അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഈ റെഫറൻസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ സാധനം PDF ഫോർമാറ്റിലാണ് ഉണ്ടാവുക, വാട്സപ്പിലാണ് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്നും, അതായത് നിങ്ങൾക്ക് എത്രത്തോളം കാലം എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടോ അതിന്റെ സമഗ്രമായ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള നോട്ട്സ് ആണ്. എന്നാൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഹൈലി റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഫാക്കൾട്ടിയാണ് നമുക്ക്. അപ്പോൾ അത്രയും ഇൻ ഡെപ്ത് നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് സ്ലൈഡ്സിലൂടെ പോവാം, എന്നിട്ട് ആ സ്ലൈഡ്സ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞത് ALSന്റെ മിഷനാണ് ടു എംപവർ ലബോറട്ടറി പ്രൊഫഷണൽസ് ബൈ പ്രൊവൈഡിംഗ് എക്സെപ്ഷണൽ എഡ്യൂക്കേഷൻ, കരിയർ ഗൈഡൻസ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ദാറ്റ് എക്വിപ്സ് ദം ടു എക്സെൽ ഇൻ കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഗെയിൻ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ് ആൻഡ് ത്രൈവ് ഇൻ എ ഡൈനാമിക് ഗ്ലോബൽ ജോബ് മാർക്കറ്റ്. ഇതിലുള്ള ഓരോ വാക്കുകളും എന്താ പറയാ, അതിന്റെ എല്ലാ സൂക്ഷ്മ അർത്ഥത്തിലും ഇംബൈബ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ മിഷൻ എൻഡോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയാ, നമ്മൾ സ്ലോ ബൈ എന്താ പറയാ സ്റ്റഡി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം അച്ചീവ് ചെയ്യുന്ന ഒരു ദിവസം വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. വിഷൻ ടു ബി എ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോസ്റ്ററിംഗ് ലൈഫ് ലോങ് ലേണിംഗ്, പ്രൊഫഷണൽ എക്സലൻസ് ആൻഡ് കരിയർ അഡ്വാൻസ്മെന്റ് while building a vibrant, supportive laboratory medicine community that connects talent with opportunities locally and globally. അതുപോലെ തന്നെയാണ് എന്നാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആർ ദെയർ എവരിവെയർ, പക്ഷേ നമ്മളൊരാൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കത് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി വെട്ടി എടുക്കുക എന്നുള്ളൊരു ആഗ്രഹവും ഈ ALSന്റെ ഫോർമേഷന്റെ ഒരു എന്താണ് ഒരു പർപ്പസ് ആയിരുന്നു. പിന്നെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ എക്സാം പ്രിപ്പറേഷൻ ആണ്. ഈ ഒബ്ജക്റ്റീവ് ആണ് ഇപ്പോൾ ശരിക്കും നമ്മൾ ആകെ കംപ്ലീറ്റ്ലി അച്ചീവ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എക്വിപ്പ് സ്റ്റുഡൻസ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ് സച്ച് ആസ് പബ്ലിക് സർവീസ് കമ്മീഷൻസ്, PSC, UPSC, CRE, RRB and different entrance exams with rigorous coaching and by providing easy access and affordable resources. ഇതിൽ ഈ ഈസി ആക്സസ് ആൻഡ് അഫോർഡബിൾ റിസോഴ്സസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ DMEന്റെ സമയത്താണെന്നുണ്ടെങ്കിലും DME എക്സാമിന്റെ സമയത്ത് നമുക്ക് ആ മോഡ്യൂളിന് ജോയിൻ ചെയ്ത ആൾക്കാരെ കയ്യിൽ കംപ്ലീറ്റ് എന്താ പറയാ, നമ്മളെ മെഡിക്കൽ ലാബ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള PSC എക്സാമിന് പ്രിപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ നോട്ടും അവരുടെ കയ്യിലുണ്ട് ഇൻ PDF ഫോർമാറ്റ്. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ ഈ മാരത്തോൺ സെഷൻസ് ഉണ്ടായിരുന്നു. ലത്തീഫ് സാറ് പറഞ്ഞ പോലെ മാരത്തോൺ സെഷൻസിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹൈ ഈൽഡ് പോയിന്റ്സ് ആണ്. ആ ഹൈ ഈൽഡ് പോയിന്റ്സ് പഠിച്ചാൽ തന്നെ ഏകദേശം 60% ഓഫ് ദി ക്വസ്റ്റ്യൻസ് ക്യാൻ ബി അറ്റംപ്റ്റഡ് എന്നുള്ള അവസ്ഥയിലേക്കുള്ള അത്രയും ഇന്റൻസീവ് ആയിട്ടുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നോട്ടുകളും പിന്നെ സ്റ്റഡി മെറ്റീരിയലുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പൊ തന്നെ നമ്മളെ ഡാറ്റ പൂളിൽ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ആക്ച്വലി നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ ഒരുപാട് മെറ്റീരിയൽസ് ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്. പിന്നെ നിങ്ങളെ ഈ എന്താ പറയുക, ഈ ലോങ് ടേം ബാച്ച് ആകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നത് കൊണ്ട് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് തന്നെ പഠിപ്പിക്കാനും പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലത്തീഫ് സാറ് പറഞ്ഞ പോലെ 6 ദിവസമൊക്കെ ക്ലാസ് എടുത്തിട്ടായിരുന്നു നമ്മൾ എന്താ പറയാ ഈ DMEന്റെ. കാരണം എന്നാൽ ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ മിസ്സാകരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ഷെഡ്യൂൾ ചെയ്തതാണ്. പക്ഷെ അപ്പൊ എന്തായെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എന്താ പറയാ ഫ്രീക്വൻസി ഒരുപാട് കൂട്ടേണ്ടി വന്നു ക്ലാസ്സിന്റെ. പക്ഷെ നിങ്ങളെ കേസിൽ യു ഹാവ് ഇനഫ് ടൈം. എന്താ പറയാ, നമ്മൾ ഉദ്ദേശിക്കുന്നതനുസരിച്ച് ഞാൻ പറയാം എത്ര സെഷൻസ് ഉണ്ടെന്ന് ഞാൻ പറയാം. പക്ഷെ എന്തായാലും 2026 ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ആപ്പിലേക്കുള്ള ആക്സസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ ശരിക്കും 2025 സെപ്റ്റംബർ ആയിട്ടുള്ളൂ, പക്ഷെ വിത്തൗട്ട് എനി അഡീഷണൽ പേയ്മെന്റ് യു വിൽ ബി ഗിവൺ ആക്സസ് ടു ദ ആപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈ PDFs ഉണ്ട്, എല്ലാം ഉണ്ട്, വീഡിയോസ് ഉണ്ട്. അതിനെല്ലാത്തിന്റെ ആക്സസ് ടിൽ 2026 ഡിസംബർ 31 വരെ നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്. പിന്നെ രണ്ടാമത്തത് കരിയർ ഗൈഡൻസ് ആൻഡ് മെന്ററിങ്. അതും നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കാര്യം ലത്തീഫ് സാർ അതിന്റെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. അത് ഓരോരുത്തരും പേഴ്സണലൈസ്ഡ് കരിയർ കൗൺസിലിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ എന്താ പറയാ
ഒരു ബ്ലാങ്കറ്റ് കരിയർ കൗൺസിലിംഗ് അല്ല. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളാണ്, വ്യത്യസ്തങ്ങളായ അംബീഷൻസ് ആണ്. അപ്പൊ അവരെ ഡയറക്റ്റ് ചെയ്യാന്നുള്ള സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രൊഫഷണൽ സ്കിൽ ട്രെയിനിങ്, ഇതെല്ലാം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെബിനാർ പ്ലാറ്റ്ഫോമിൽ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇനി ഭാവിയിൽ വരികയുള്ളൂ. പിന്നെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ആൻഡ് ലൈസൻസിങ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള എക്സാംസിനുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പൊ അതിനൊക്കെ ബേസ് ആയിട്ട് നമുക്ക് ഈ ലോങ് ടേം ബാച്ച് യൂസ് ചെയ്യാം. എന്നിട്ട് അഡീഷണൽ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ, ഇങ്ങനെ ASCP ആണെങ്കിൽ ASCP, അങ്ങനത്തെ ഉള്ള മറ്റുള്ള ഈ ലൈസൻഷ്യർ എക്സാമിനേഷൻസ്, ഇപ്പോൾ DOH അബുദാബിയിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ UAE DOH, അങ്ങനത്തെ ലൈസൻസിങ് പ്രിപ്പറേഷന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എല്ലാം സ്റ്റാൻഡേർഡ് റെഫറൻസ് ബുക്സിനെ വെച്ചിട്ടാണ് ഓരോ ടോപ്പിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ചില ടോപ്പിക്സ് നമുക്ക് ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ആൻഡ് ലൈസൻസിങ് പ്രിപ്പറേഷന് വേണ്ടി വരില്ല. എന്നാൽ കുറച്ച് പ്രിമിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും അതിന് വേണ്ടി വരില്ല. കാര്യം നമ്മൾ തിയറി പഠിക്കുന്നത് പോലെയല്ല എന്ത് പഠിക്കുക, ഈ ലൈസൻഷ്യർ എക്സാമിനേഷനുള്ള ഏത് പഠിക്കുക. കാര്യം കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോഴും പക്ഷെ നമ്മൾ എപ്പോഴും ഈ എക്സാംസിനെല്ലാം തന്നെ സാധാരണ റെഫർ ചെയ്യുന്ന ബുക്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, ടീറ്റ്സ് പറയും, ബിഷപ്പ് പറയും, പിന്നെ ഹെൻറി എല്ലാത്തിലും പറയും, പിന്നെ ഡെയ്സി ആൻഡ് ലൂയിസ് പറയും, ഹെമറ്റോളജി. അങ്ങനെ ഈ ഓരോ സ്റ്റാൻഡേർഡ് റെഫറൻസ് ബുക്സ് തന്നെയാണ് ഇങ്ങനത്തെ എക്സാമിനേഷൻസിന്റെയും റെഫറൻസ് ബുക്കുകൾ. അപ്പോൾ നമ്മൾ സമഗ്രമായിട്ടാണ് നമ്മൾ ഓരോ മോഡ്യൂളും പ്രിപ്പയർ ചെയ്ത് പോവുക. എന്ന് പറഞ്ഞാൽ ഇൻഡെപ്ത് ആയിട്ടാണ് പഠിപ്പിക്കുക. നമ്മൾ എന്താ പറയാ, ഒരു പ്രത്യക്ഷത്തിലെ ഒരു എക്സാമിനെ ഒന്നും കാണാത്തതുകൊണ്ട് സ്കോപ്പ് ഓഫ് സിലബസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണില്ല. നമ്മൾ ആകെ എന്താ പറയാ, നമുക്കൊരു ഫ്രീഡം ആണ്, എത്ര വേണമെങ്കിലും ഡെപ്തിലേക്ക് പോകാന്നുള്ള ഒരു ഫ്രീഡം നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയും ഡെപ്തിലാണ് കവർ ചെയ്യുക. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ CMEs എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നെറ്റ്വർക്കിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, നമുക്ക് ഒരു നല്ലൊരു എന്താ പറയുക കമ്മ്യൂണിറ്റി ഫോം ചെയ്യണം, പരസ്പരം സഹകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. അത് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ എംപ്ലോയ്മെന്റ് ഫെസിലിറ്റേഷൻ ആൻഡ് ടാലന്റ് പൂൾ ഡെവലപ്മെന്റ്, അത് ഇൻ പ്രോസസ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് പ്ലാറ്റ്ഫോം ആയിട്ട് അത് മാറേണ്ടതുണ്ട്. ഇന്റേൺഷിപ്പ് ആൻഡ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാംസ് ഇതുവരെ നമുക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് വി ആർ സ്റ്റിൽ ഇൻ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഇറ്റ് ടു ഹാപ്പൻ. പിന്നെ ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻ സപ്പോർട്ട്, ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. പിന്നെ കോർ വാല്യൂസ്, ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഇത് നമ്മൾ ഈ സ്ലൈഡ്സ് തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ സാറ് പറഞ്ഞ പോലെ ആകെ ഒരൊറ്റ എക്സാം ആണ് നമുക്ക് ശരിക്കും മേജറായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത ഒരൊറ്റ എക്സാം ആണ് ഇതുവരെ നടന്നത്. നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്തതിൽ ഒരൊറ്റ എക്സാം ആണ്, അത് MSc മൾട്ടി എൻട്രൻസ് എക്സാം ആണ്. അതിൽ ഫസ്റ്റ് റാങ്ക് നമ്മളെ കുട്ടിക്കായിരുന്നു, 4th റാങ്ക് നമ്മുടെ DME കുട്ടിക്കായിരുന്നു, 5th റാങ്ക് ഇൻ ജിഗ്മർ ആണ് അത്. പിന്നെ 10th 15th റാങ്ക് കുഹാസിനും നമ്മളെ കുട്ടികൾക്ക് തന്നെയാണ് കിട്ടിയത്. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് DME ബാച്ച് കംപ്ലീറ്റ് ചെയ്തു, MSc മൾട്ടി ബാച്ച് കംപ്ലീറ്റ് ചെയ്തു. ഓൺഗോയിങ് ബാച്ച് ആണ്, ഒന്ന് JSO ജൂനിയർ സയന്റിഫിക് ഓഫീസർ, പിന്നെ ലോങ് ടേം ബാച്ച് ഇപ്പോൾ നിങ്ങളെ ബാച്ച്. പിന്നെ മോഡ് ഓഫ് ഓപ്പറേഷനിൽ നമുക്ക് ഡയറക്ടോറിയൽ ബോർഡിൽ 3 പേരാണ്, അബ്ദുൽ ലത്തീഫ് സാറ്, ഷാജി സാറ്, പിന്നെ ഞാന്. ഡീറ്റെയിൽസ് ഓഫ് ഫാക്കൽറ്റിയിൽ നമ്മുടെ ചീഫ് പാട്രൺ ചന്ദ്രൻ സാറാണ്. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവുക 1-2 ആൾക്കാരാണ് ഒരു സബ്ജക്റ്റിനെ പഠിപ്പിക്കുക. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് നമ്മൾ ശരിക്കും സൂപ്പർ സ്പെഷ്യലൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മെറ്റബോളിക്സ് എടുക്കുന്ന ആള് എന്താ പറയാ, ജനറൽ കെമിസ്ട്രി എടുക്കണ്ട എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക്. അതായത് ആ മെറ്റബോളിക്സ് എടുക്കുന്ന ആൾ അത്രയും ഇൻഡെപ്ത് ആയിട്ട് പ്രിപ്പയറും ചെയ്യും, അതിനനുസരിച്ചുള്ള എന്താ പറയാ, അയാള് അതിലൊരു മാസ്റ്റർ ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ ഓരോന്നും, ഓരോ ഫാക്കൽറ്റിക്കും അതിനുള്ള ടൈമും ഫ്രീഡവും കൊടുക്കുകയാണ് നമ്മൾ. എന്നാൽ അവരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല, ഒരു മുൾമുനയിൽ നിർത്തിയിട്ട് ഈ ടോപ്പിക് എല്ലാം നിങ്ങൾ കവർ ചെയ്യണം നമ്മൾ പറയില്ല. അതിന് പകരം അവർക്ക് എല്ലാവർക്കും അവരെ ടോപ്പിക്കിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള സമയവും എല്ലാ സപ്പോർട്ടും പറഞ്ഞാൽ ഈ ബൈ പ്രൊവൈഡിങ് ദം PDF കോപ്പീസ് ഓഫ് റെഫറൻസ് ബുക്സ്, അങ്ങനെ എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള റെഫറൻസ് മെറ്റീരിയലും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രസന്റേഷൻസും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലിപ്പോൾ MSc മൾട്ടി വിത്ത് PhD ഉള്ള ആൾക്കാർ തന്നെ ഉണ്ട്, ഇപ്പോഴത്തെ സ്റ്റാഫ് ലൈൻ ഉണ്ട് 4 ഇനിയിപ്പോൾ നമ്മൾ പുതിയ ഫാക്കൾട്ടിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇനിയും അത് കൂടെ ഉള്ളൂ.
പിന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം തന്നെ MSc MLT ക്വാളിഫിക്കേഷൻ ആണ്. ഇത് പ്യൂർലി MLT ബേസ്ഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് MLT ക്വാളിഫിക്കേഷൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ IT സപ്പോർട്ടിന് വേണ്ടി എല്ലാ IT റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും കോൺടാക്ട് ചെയ്യാൻ നമുക്ക് അജിത്ത് ഉണ്ട്. അജിത്തിന്റെ ഫോൺ നമ്പർ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇനിയാണ് നമ്മൾ ലോങ് ടേം ബാച്ചിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ. എങ്ങനെയാണ് ഈ ലോങ് ടേം ബാച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ ശരിക്കും 200 സെഷൻസ് ഉണ്ട്. 200 സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ഓഫ് ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറൌണ്ട് ഒരു ഇയർ, എന്തായാലും ഒരു ഇയറിന്റെക്കാളും കൂടുതൽ നമുക്ക് വേണ്ടി വരും ഈ സെഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അതിൽ പത്തോളജി ആണ് 52 സെഷൻസ്, ബയോകെമിസ്ട്രി 68 സെഷൻസ്, മൈക്രോബയോളജി 73 സെഷൻസ് ആൻഡ് മിസലേനിയസ് 7 സെഷൻസ്. ഇതിൽ ഓരോ സെഷനും ആവറേജ് 2 hours ആണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് മനസ്സിലായ സംഗതികളാണ്. നമ്മളെ ഓരോ ടോപ്പിക്കും നമ്മുടെ ടീച്ചേഴ്സ് എത്ര ഡെപ്തിൽ പോകണമെന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കണം എന്നുള്ളത് നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. നമുക്കിപ്പം 2-3 ബാച്ചിന്റെ എക്സ്പീരിയൻസ് ആയി. എന്നാൽ ഫാസ്റ്റ് മോഡിൽ പോയാലും ഇൻഡെപ്ത് മോഡിൽ പോയാലും പിന്നെ മാരത്തോൺ മോഡിൽ പോയാലും ഓരോ ടോപ്പിക്കും കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡെലിവർ ചെയ്യാൻ എത്ര സമയം വേണമെന്നുള്ളത് പെർഫെക്റ്റ്ലി ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് ഈ ഓരോ സെഷൻസും മോഡിൽ ഫോം ചെയ്തിട്ടുള്ളത്. അതിൽ ഡ്യൂറേഷൻ ഓഫ് ഈ സെഷൻ ആവറേജ് 2 hours ആണ്. ആവറേജ്. അത് ചിലപ്പോ എക്സ്റ്റൻഡഡ് സെഷൻസ് ഉണ്ടാവും. എക്സ്റ്റൻഡഡ് സെഷൻസ് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ വരെ പോവാം. ഈ 3 മണിക്കൂർ വരെ പോകുമ്പോൾ ചെറിയ ഒരു ഷോർട്ട് ബ്രേക്ക് ഒക്കെ തരും. എന്ന് പറഞ്ഞാൽ ഒരു 30 minutes ആവും മാക്സിമം തരിക. അതായത് ഒരു 1.5 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഒരു 1.5 മണിക്കൂർ ക്ലാസ് എടുക്കും. അത് സാധാരണ നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഡീഷണൽ അവേഴ്സ് ഒക്കെ എടുക്കേണ്ട സമയം വരുന്ന സമയങ്ങളാണ് ഇതുണ്ടാവുക. പിന്നെ ചില ടോപ്പിക്സ് നമുക്ക് എത്ര തന്നെ നമ്മൾ കോമ്പാക്ട് ആക്കാൻ നോക്കിയാലും 2 മണിക്കൂറിന്റെ സെഷനിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അപ്പൊ ടീച്ചർ പറയാണ് ഇന്ന് എനിക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരുന്നു പറഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഗോ ടു എക്സ്റ്റൻഡഡ് സെഷൻ. ഇതിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിലുള്ള ഇൻ ഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അത്. എന്താ പറയാ, ടീച്ചേഴ്സിനെ നമുക്ക് ചില സമയങ്ങളിൽ അവരാണ് ഇങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ചെയ്യുക, ഞാൻ ഒരു അഡീഷണൽ അവറും കൂടെ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ വി ആർ ഓൾവേസ് വെൽക്കം. കാരണം എന്നാൽ നമ്മളെ അൾട്ടിമേറ്റ് പ്രയോറിറ്റി വി നീഡ് ടു ഹാവ് ദ ബെസ്റ്റ് അവൈലബിൾ റിസോഴ്സസ് ഫോർ ദ പീപ്പിൾ ഹു റിലൈ ഓൺ അസ്. നമുക്ക് വേണ്ടി സമയവും പിന്നെ നമ്മൾക്ക് വേണ്ടി നിങ്ങളെ സമ്പത്തും ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരിച്ച് നിങ്ങൾക്ക് തരുന്ന ഒരു പ്രോമിസ് ആണ് എന്ത്, ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം. ഓക്കെ. അപ്പൊ എക്സ്റ്റൻഡഡ് സെഷൻസ് ഉണ്ടാവാം. എല്ലാ സെഷനും 2 hours ആണ്, അറ്റ്ലീസ്റ്റ് ആണ്. ആവറേജ് 2 hours ആണ്. നമ്പർ ഓഫ് സെഷൻസ് 200 into 2 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 400 hours. ഇതൊന്നും ഐ ഡോണ്ട് തിങ്ക് വേറെ ഏതെങ്കിലും ലോങ് ടേമിൽ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യണ്ടോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഈ പത്തോളജിയിൽ 52 ഉള്ളൂ, ബയോകെമിസ്ട്രിയിൽ 68 ഉണ്ട്, മൈക്രോളജിയിൽ 73 ഉണ്ട്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ BSc MLTന്റെ സിലബസ് എടുത്ത് നോക്കുമ്പോഴും ഇതേ രീതിയിലാണ് ഏകദേശം പാറ്റേൺ വരുന്നത്. പത്തോളജിന്റെ കണ്ടന്റ് കുറവും, കണ്ടന്റ് മീൻസ് നമ്പർ ഓഫ് അവേഴ്സ് ടേക്കൺ ഫോർ ഡെലിവറിങ് പത്തോളജി ടോപ്പിക്സ് ലെസ് ആണ് ബയോകെമിസ്ട്രി, മൈക്രോബയോളജി. പിന്നെ ഇതിലൊന്നും ഇല്ലാത്ത കുറെ സാധനങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, റിസർച്ച് മെത്തഡോളജി, ഈ സാധനങ്ങളൊന്നും സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാംസിന് യൂസ് ചെയ്യില്ല. എന്നാലും നമ്മൾ ഈ മിസലേനിയസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല. അതിനു പകരം വാട്ട് വി ആർ പ്ലാനിങ് ഈസ് ടു കണ്ടക്ട് വെബിനാർസ്. ഈ വെബിനാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വെബിനാർ കുറച്ചും കൂടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ALSന്റെ ഒരു പർപ്പസ് തന്നെ എന്താണ്, ഹെൽപ്പ് പീപ്പിൾ ഓർ ലബോറട്ടറി പ്രൊഫഷണൽസ് ടു ഗ്രോ എന്നുള്ളതാണ്. അപ്പോ ഈ റിസർച്ച് മെത്തഡോളജി, ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ അങ്ങനത്തെ, അതായത് പിന്നെ എത്തിക്സ്, അങ്ങനത്തെ ടോപ്പിക്സിനൊക്കെ നമുക്ക് ഈ BSc MLT ത്രൂ ഔട്ട് കേരള കോഴ്സസ് ഉണ്ടല്ലോ, കോളേജിലൊക്കെ നടക്കുന്ന കോഴ്സസിൽ തന്നെ ഈ നമുക്ക് ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെ സെലക്ട് ചെയ്തിട്ട് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ആക്സസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇതിന്റെ വെബിനാർസ് കണ്ടക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഇയറിലുള്ള കുട്ടിക്ക് എത്തിക്സിന്റെ ഭാഗങ്ങൾ വേണ്ടി വരും. അപ്പോൾ ആ കുട്ടിക്ക് അത് നമ്മളെ മെറ്റീരിയൽ വെച്ച്, അതായത് അവർക്ക് എക്സാം ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവും. അപ്പം അതിൽ ഷോർട്ട് നോട്ട്സ്, പ്രീവിയസ്ലി ആസ്ക്ഡ് ഷോർട്ട് നോട്ട്സ്, പിന്നെ എസ്ഐസ്, ഇതെല്ലാം വെച്ചിട്ട് അതായത് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വെബിനാർ പാക്കേജ് നമ്മൾ അത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ എന്താ പറയാ ALS
പ്ലാറ്റ്ഫോം നമ്മളെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കണ ഒരു എന്താ പറയുക സർവീസ് പോലെ. അപ്പോൾ പിന്നെ അതുപോലെ ഈ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഈ സാധനങ്ങളൊക്കെ ഏറ്റവും നല്ലൊരു ഫാക്കൾട്ടിനെ നമ്മൾ കണ്ടെത്തിയിട്ട് ആ ഫാക്കൾട്ടി ഒരു എന്താ പറയാ ഒരു 4 സെഗ്മെന്റ് ആയിട്ട് 4 കണ്ടിന്യൂസ് ആയിട്ടുള്ള ഞായറാഴ്ചകളിൽ എടുക്കുക അങ്ങനെ. അപ്പൊ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെബിനാറുകളായിട്ടുണ്ടാവും. നമുക്ക് ലോങ് ടേം ബാച്ചിന് ഈ എല്ലാ വാട്ട് എവർ എന്താ പറയാ ALS എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് അതിനെല്ലാം ഉള്ള ആക്സസ് ലോങ് ടേം ബാച്ചിന് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളെ ലോങ് ടേം ബാച്ചിന്റെ സെഷൻസിന്റെ നമ്പർ 200 ആണ്. അത് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആവറേജ് 2 hours ഉണ്ടാവും. എക്സ്റ്റൻഡഡ് അവേഴ്സും യു ക്യാൻ എക്സ്പെക്ട്. പിന്നെ സാധാരണ ഫ്രീക്വൻസി ഓഫ് ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം 3 സെഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ അങ്ങനെ ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് മാക്സിമം നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഒരു പുതിയ ഏതെങ്കിലും ഒരു എക്സാം എഴുതണം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇഫ് നിങ്ങൾ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ട് അതിനെയും കൂടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഏതറ്റം വരെയും പോകാൻ നമ്മൾ തയ്യാറാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ അപ്പ് ആയാൽ മാത്രം മതി. പിന്നെ പ്രിഫേർഡ് ഡേയ്സ് ആൻഡ് ടൈം എന്ന് പറഞ്ഞാൽ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ 7:30 to 9:30 ആണ്. 7:30 to 9:30 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നത്. അത് എക്സ്റ്റൻഡഡ് അവേഴ്സ് ആകുമ്പോൾ 7 to 10 ആവും, അല്ലെങ്കിൽ 6:30 to 10 ആവും, അത്രേ ഉള്ളൂ. പക്ഷെ 7:30 to 9:30 ആണ് പ്രിഫേർഡ് ടൈം. പിന്നെ നമ്മൾ മന്ത്ലി ഷെഡ്യൂൾ ആണ് ആദ്യം തന്നെ തരിക. അതായത് ഇപ്പൊ നമുക്ക് എത്ര 200 സെഷൻസ് ഉണ്ട്. ഈ 200 സെഷൻസ് നമ്മളിപ്പോൾ തന്നെ എന്ത് ചെയ്യും, ടീച്ചേഴ്സിനെ അസൈൻ ചെയ്യും. ടീച്ചേഴ്സിനെ അസൈൻ ചെയ്തിട്ട് നമ്മൾ ടീച്ചേഴ്സിന് ഓൾറെഡി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഏതൊക്കെ ടോപ്പിക്സ് ആണ് അവരെടുക്കാൻ പോണത്, അവർക്ക് ആ ടോപ്പിക്സ് എത്ര സെഷൻസ് കൊണ്ടാണ് അവർ തീർക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തീർക്കേണ്ടത്, ടാർഗറ്റ് അവർക്ക് കൊടുക്കും. അങ്ങനെ ആ ടാർഗറ്റ് കൊടുത്തിട്ട് അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്യില്ല. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് തരിക ഒരു മന്ത്ലി ഷെഡ്യൂളാണ്. ഈ മന്ത്ലി ഷെഡ്യൂളിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മന്ത്ലി ഷെഡ്യൂളിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ടു റിവ്യൂ തരും. നോട്ട്സ് ടു റിവ്യൂ എന്ന് പറഞ്ഞാൽ ഓൾറെഡി വി ഹാവ് ദ നോട്ട്സ് ദാറ്റ് വി വർ എന്താ പറയാ മറ്റുള്ള ബാച്ചുകളുണ്ടല്ലോ. ഇപ്പോൾ ഈ DME ആണെന്നുണ്ടെങ്കിലും പിന്നെ ഈ MSc MLT ആണെങ്കിലും അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഓൾറെഡി ഉണ്ട്. ഈ സാധനം നമ്മൾ നോട്ട്സ് ടു റിവ്യൂ ആയിട്ട് തരും. പിന്നെ അഡീഷണലി ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഈ ആഡഡ് നോട്ട്സ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഫാക്കൾട്ടി നോട്ട്സ് ആയിട്ട് അതും തരും. എന്നിട്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ് ഫൈനൽ നോട്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. അതാണ് നിങ്ങൾക്ക് റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് ത്രൂ ഔട്ട് യുവർ ലൈഫ് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആപ്പിലും ചെയ്യാൻ പറ്റും. പിന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ആൻസർ ചെയ്തിട്ട് പോകാനും പറ്റും. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, ഇതാണ് ഇപ്പൊ മന്ത്ലി ഷെഡ്യൂൾ എന്ന ഒരു എക്സാമ്പിൾ ആണ് ഞാൻ കാണിച്ചത്. മന്ത്ലി ഷെഡ്യൂൾ ഇത് ശരിക്കും Q&A ഷെഡ്യൂൾ ആയിരുന്നു. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മാത്രം വെച്ചിട്ട് ഉള്ള ഷെഡ്യൂൾ ആയിരുന്നു. ALSന്റെ DME റിവ്യൂ സെഷൻസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുക ചെയ്യാം. അതായത് സെഷൻ, ഡേറ്റ്, ഡേ, വിച്ച് ഫാക്കൾട്ടി ആൻഡ് വാട്ട് ആർ ദ ടോപ്പിക്സ് അങ്ങനെ കൊടുക്കും. അപ്പൊ ഈ ടോപ്പിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കുട്ടികൾക്ക് നമ്മൾ നോട്ടും കൊടുക്കും. നോട്ട്സ് ടു റിവ്യൂ എന്ന് പറഞ്ഞിട്ട് സെഷൻ 1 ഇമ്മ്യൂണോളജിന്റെ എല്ലാ നോട്ട്സും അന്ന് കൊടുക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, അത് ഫുള്ള് പഠിച്ചിട്ട് വരും. പക്ഷെ നിങ്ങളെ കേസിൽ ഇങ്ങനെ ഇമ്മ്യൂണോളജി കംപ്ലീറ്റ് ഒരു ദിവസമല്ല ഉണ്ടാവുക. നിങ്ങളുടെ കേസിൽ ഇമ്മ്യൂണോളജി 10 ദിവസമായിട്ടാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ശരിക്കും Q&A ഷെഡ്യൂളാണ്, അല്ല ഇതല്ല എന്താ പറയാ നമ്മളെ ക്ലാസ് അല്ല, ക്ലാസ് ഷെഡ്യൂൾ അല്ല, ഇൻസ്റ്റെഡ് Q&A ഷെഡ്യൂളാണ്. കാരണം ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ മാത്രമായിരുന്നു. ഈ 30 ദിവസങ്ങളായിട്ടാണ് നമ്മൾ ഇതെല്ലാം കവർ ചെയ്തത്. സാറ് പറഞ്ഞല്ലോ ഒരു റിവ്യൂ സെഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ദിവസവും എന്താണ് നടക്കുക എന്നുള്ളത് ഒരു മാസം മുന്നെയെങ്കിലും ഞങ്ങൾ അറിയിച്ചിരിക്കും. ഓക്കെ, പിന്നെ നോട്ട്സ് ടു റിവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരുന്നത് ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ സ്റ്റെയിനിങ് ആണ് ഇതിൽ ഞാൻ കാണിച്ചിട്ടുള്ള എക്സാമ്പിൾ. സ്റ്റെയിനിങ്ങിന്റെ നോട്ട്, സ്റ്റെയിനിങ് എല്ലാ കാര്യങ്ങളും ഈ നോട്ടിൽ ഉണ്ടാവും. അതായത് ഇത് ബാക്ടീരിയൽ സ്റ്റെയിനിങ് ആണ്. ഇതുപോലെ ഓരോ ടോപ്പിക്കിനും വിത്ത് പിക്ചറും ഇൻ ഡെപ്ത് ഡിസ്ക്രിപ്ഷനും ഉള്ള നോട്ട്സ് ആണ് നമ്മൾ കഴിഞ്ഞ ബാച്ചുകൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ അല്ലെങ്കിൽ അതിലും കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ടുള്ള നോട്ട്സ് ആവും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. കാര്യം നമുക്ക് കൂടുതൽ സമയമുണ്ട്, നിങ്ങളെ സ്കോപ്പ് കുറച്ചും കൂടെ കൂടുതലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ വി ആർ മേക്കിംഗ് യു
റെഡി ഫോർ എന്താ പറയാ, ചില ആൾക്കാർക്ക് അവരെ ഈ എന്താ പറയാ ഈ വർക്ക് ചെയ്യുന്നിടത്ത് ഉള്ള ഒരു അഡ്വാൻറ്റേജിന് വേണ്ടിയാണ് ചില ആൾക്കാർ ജോയിൻ ചെയ്യുന്നത്. ചില ആൾക്കാർ MSc/MLT എൻട്രൻസ് പ്രിപ്പറേഷൻ ആണ് ശരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പിന്നെ ചില ആൾക്കാർ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ DHS എന്തായാലും വരും, DME പിന്നെ ഭാവിയിൽ വരും. അപ്പം ഈ DHS വരുന്ന സമയത്ത് ആദ്യം തന്നെ ഈ സാധനം പഠിച്ചു വെച്ചാൽ ഒരു നഷ്ടം വരാൻ പോകുന്നില്ലല്ലോ. 2 തവണ പഠിച്ചാൽ അത്രയും നല്ലത്. ആ കൺസെപ്റ്റുള്ള ആൾക്കാരാണ്. അപ്പം ഈ നോട്ട് എന്താ പറയാ അത്രയും ഡീപ്പായിട്ട് ഇൻ ഡെപ്ത് നോട്ടുകളായിരിക്കും. അപ്പോൾ ഇതെല്ലാ ടോപ്പിക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് നോട്ടുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോ ഹെഡിങ്ങും അതിനുള്ള കറസ്പോണ്ടിങ് നോട്ട് നിങ്ങൾക്ക് കയ്യിലുണ്ടാവും ഈ കോഴ്സ് തീരുന്നതോടുകൂടി. പിന്നെ ഇത് ശരിക്കും അത്ര വൃത്തിയിൽ കാണാനില്ല. ക്വസ്റ്റ്യൻസ് ഇൻ ക്ലാസ് ആൻഡ് ആപ്പ്. ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആപ്പിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ ഞാൻ വേറെ ക്യാമറ വെച്ചിട്ട് എടുത്തതുകൊണ്ടാണ് ക്ലാരിറ്റി ഇല്ലാത്തത്. നമ്മളെ പാറ്റേൺ ഇങ്ങനെയാണ്: ക്വസ്റ്റ്യൻ ഫോളോഡ് ബൈ ദി ഓപ്ഷൻസ്, എന്നിട്ട് കറക്റ്റ് ആൻസർ ആൻഡ് റാഷണൽ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് റെഫറൻസ് ബുക്ക് ഇപ്പോൾ ASCPക്ക് പ്രിപ്പയർ ചെയ്യണ റോബോട്ടാർ 6 അല്ലെങ്കിൽ BOC ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ സീ ദീസ് കൈൻഡ് ഓഫ് പാറ്റേൺ. മാത്രമല്ല ഇപ്പോൾ എല്ലാ എക്സാംസും ഇപ്പോൾ ഈ MBBS ആയിട്ടുള്ള PG എക്സാംസിനുള്ള ബുക്സ് ഉണ്ട്. അതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പാറ്റേൺ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് ശരിക്കും MSc/MLT 2017 ചോദിച്ച ചോദ്യമാണ്. MSc/MLT എൻട്രൻസ് 2017 ഹെക്സോകൈനസ് എൻസൈം ഈസ് ആക്ടിവേറ്റഡ് ബൈ. ആ 2017 എന്ന് പറഞ്ഞാൽ അത് 2017 MSc/MLT എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ്. അതുപോലെ ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഇപ്പം PSC ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ PSC ക്വസ്റ്റ്യന്റെ അതും കൂടെ ഇതിലുണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ല ക്വസ്റ്റ്യനിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. എന്തിനാന്ന് വെച്ചാൽ അങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു പാറ്റേണിനെ കുറിച്ച് കുറച്ചും കൂടെ ഒരു ബോധ്യം വരാൻ വേണ്ടിയാണ്. അങ്ങനെ അതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. അതായത് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 2026 December 31 വരെ എല്ലാ ക്വസ്റ്റ്യൻസും വാട്ട് എവർ ക്വസ്റ്റ്യൻസ് വി അപ്ലോഡ് ഇൻ ദ ആപ്പ് വിൽ ബി ആക്സസിബിൾ. അത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ ടൈംസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അത്രയും നിങ്ങൾക്ക് വിവരം വെക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് പർപ്പസ് അതാണല്ലോ, എക്സാംസ് പാസ്സാവുക എന്നുള്ളതൊക്കെ ഒരു പർപ്പസ് തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു എന്താ പറയാ ബഹുമാനിക്കപ്പെടുന്ന ഒരു ലാബോറട്ടറി പ്രൊഫഷണൽ ആവുക എന്നുള്ളതാണ് ശരിക്കും അതിൽ ഏറ്റവും രസകരമായ ഒരു സംഗതി. കാരണം എല്ലാ ക്വസ്റ്റിനും അവൻ്റെ അടുത്ത് ആൻസർ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു രസമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അത്ര എഫേർട്ട് ഒന്നും എടുക്കണ്ട. ഒരു വർഷം നമ്മുടെ കൂടെ നിങ്ങളൊന്ന് കൂടിയാൽ മതി. ഓരോ വർഷവും ആഴ്ചയിൽ ഒരു 3 ദിവസം 2 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ, ചന്ദ്ര സാറ് പറഞ്ഞ പോലെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഡെഫിനറ്റ്ലി ബെനിഫിറ്റഡ്. എന്നാൽ നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ പ്രൊഫഷണൽ ലൈഫിൽ ഒന്ന് വേറൊരു പ്രശ്നവും വരില്ല. ആ കോലത്തിൽ നിങ്ങൾ ഫുൾ പ്രൂഫ് ആവും. പിന്നെ അതാണ് ക്വസ്റ്റ്യൻസ് ഇൻ ക്ലാസ് ആൻഡ് ആപ്പ്. പിന്നെ നമുക്ക് ആപ്പിൽ വേറെയും കുറേ സെഗ്മെന്റ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പിൽ ആക്സസ് കിട്ടുമ്പോൾ അറിയാൻ പറ്റും. ഈ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെഗ്മെന്റ് ഉണ്ടാവും. അവിടെ നമ്മൾ വാട്സപ്പിൽ കൊടുക്കുന്നുണ്ട് PDF. എന്നാലും ഇനിയിപ്പം വാട്സപ്പിലല്ല, ഇത് മൊബൈലിൽ നോക്കാനാണ് ഇഷ്ടം, പ്രിന്റ് എടുക്കാൻ താല്പര്യമില്ല. പക്ഷെ പ്രിന്റ് എടുക്കാനാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കാര്യം എന്നാൽ അത്ര ഇപ്പം കോമ്പാക്റ്റ് ആയിട്ടാണ്. നിങ്ങൾ നോക്കിയാൽ ഇത് കണ്ടോ, ഇതിപ്പോ എന്താ പറയാ 3 പേജ്. ഈ 3 പേജ് അങ്ങനെ കോമ്പാക്റ്റ് ആയിട്ടാണ് നമ്മൾ മാക്സിമം ചെയ്യണത്. ഇപ്പം സ്റ്റെയിനിങ്ങിന് ഒരു എത്ര പേജ് ഉണ്ടാവും, ഒരു 20 പേജ് അല്ലെങ്കിൽ ഒരു 15 പേജ് അതൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാ സാധനവും നമ്മൾ മാക്സിമം കോമ്പാക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാം. പ്രിന്റ് എടുക്കാൻ പറ്റും. പ്രിന്റ് എടുത്തിട്ട് ബൈൻഡ് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എന്നാണ് ഇപ്പൊ ബയോകെമിസ്ട്രി അല്ലെങ്കിൽ മെറ്റബോളിസം മാത്രം ഒരു ഇത്, ജനറൽ ബയോകെമിസ്ട്രി വേറെ ഒന്ന്, പിന്നെ മോളിക്കുലർ ബയോളജി വേറെ ഒന്ന്, അങ്ങനെ സ്പൈറൽ ബൈൻഡ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് യുവർ ലൈഫ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. പിന്നെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു 2026 December 31 വരെ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയലിനും ആക്സസ് ഉണ്ടാവും. പിന്നെ വീഡിയോസും അവിടെ തന്നെയാണ് കാണാൻ പറ്റുക. വീഡിയോസ് യൂട്യൂബിൽ ഉണ്ടാവില്ല. ഈ നമ്മളെ ക്ലാസിന്റെ വീഡിയോസ് യൂട്യൂബിൽ ഉണ്ടാവില്ല. ഓൾ സ്റ്റഡി മെറ്റീരിയൽസിന്റെ കീഴിൽ എന്ത് വരും, വീഡിയോസ് വരും. ഈ വീഡിയോസിന്റെ ഓരോ വീഡിയോ നമ്മളിപ്പോൾ ഇന്ന് ക്ലാസ് എടുത്ത് ഒരു 9:30 നാട്ടിലെ 9:30 വരെയാണ് ക്ലാസ് നടന്നതെന്നുണ്ടെങ്കിൽ
അത് കൺവേർഷന്റെ സമയം മാത്രം മതി. ആ കൺവേർഷന്റെ സമയം കഴിയുമ്പോഴേക്കും നമ്മളെ ആപ്പിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ചില ആൾക്കാർക്ക് ക്ലാസ് മിസ്സാവരുത് എന്നുള്ളതാണ് ശരിക്കും കോൺസെപ്റ്റ്. ഇനി നൈറ്റ് ഡ്യൂട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരെങ്കിലും മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ എങ്കിലും അത് കാണാനുള്ള രീതിയിൽ ഇറ്റ് വിൽ ബി അവൈലബിൾ. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മൾ കരിക്കുലം ഔട്ട്ലൈൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ ഞാൻ ചെയ്തതാണ്. എന്നാൽ ഇപ്പൊ നമുക്ക് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു സാധനമാണ് ലബോറട്ടറി ക്ലാസ് വെയേഴ്സ്. അപ്പൊ ലബോറട്ടറി ക്ലാസ് വെയേഴ്സ് നമുക്ക് ഫസ്റ്റ് ഇയറിലെ PSA മൾട്ടി സിലബസിലാണ് ഉള്ളത്. അപ്പൊ അതിന്റെ കണ്ടന്റ് ആണ് ഇപ്പോൾ ഞാൻ ഇതിൽ ചെയ്തത്. എന്നാൽ അതിൽ ചില സാധനങ്ങൾ ഇതിലുണ്ടാവില്ല, ഏത് നമ്മളെ ഈ സിലബസിൽ ഉണ്ടാവില്ല. പക്ഷെ DME-ന്റെ അല്ലെങ്കിൽ DHS-ന്റെ ഒക്കെ PSC എക്സാമിന്റെ സിലബസിൽ ഉണ്ടാവും. അപ്പൊ അതിലും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആണ് ഈ സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ ഗ്ലാസ് കമ്പോസിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിരിക്കും. വെറൈറ്റീസ് ഓഫ് ലബോറട്ടറി ഗ്ലാസസ്, ബോറോസിലിക്കേറ്റ്, സോഡ, ലൈം, പോട്സ്, അങ്ങനെ ഓരോ ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ചുരുങ്ങിയത്. ഇത് നമുക്ക് വല്ലതും മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ലേറ്റർ ആഡ് ഓൺ. പക്ഷെ ഒരിക്കലും ഇതിന്നും കുറയൂല. അത്രയും ഇൻഡെപ്ത് ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആവും. എല്ലാ ക്വസ്റ്റ്യൻസും ആപ്പിൽ അവൈലബിൾ ആവും. ഇതിപ്പം കരിക്കുലം ഔട്ട്ലൈൻ ഓവർവ്യൂ ജസ്റ്റ് കെമിസ്ട്രിന്റെ ഇത് തുടങ്ങിയതാണ്. പിന്നെ ഈ സാധനങ്ങളെല്ലാം ഇപ്പം നമ്മൾ 200 സെഷൻസ് പറഞ്ഞല്ലേ, അതിൽ 193 സെഷനും ഇപ്പൊ തന്നെ ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ PDF ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡെപ്തിലാണ് നമ്മൾ ഓരോ ക്ലാസ്സും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ചില ടോപ്പിക്സ് ആസ് ഐ ടോൾഡ് യു 2 മണിക്കൂർ കൊണ്ട് തീരൂല. 2 മണിക്കൂർ കൊണ്ട് തീരുവാത്ത ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ഗോ ഫോർ എക്സ്റ്റെൻഡഡ് അവേഴ്സ്. പക്ഷെ 200 സെഷൻസ് എന്നുള്ളത് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ഇപ്പൊ ഇതിൽ നോക്കിയാൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടോ? കാർബോഹൈഡ്രേറ്റ്സ് 1, 2, 3, 4 ക്ലാസ് 5 ഉണ്ടോ? 4 ക്ലാസ് എന്തായാലും കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതില് ഈ ഇപ്പോഴത്തെ പ്ലാൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോ സാധാരണ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഫാക്കൾട്ടിന്റെ അവൈലബിലിറ്റിയും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പല സെന്റേഴ്സും ടോപ്പിക്സ് ഷെഡ്യൂൾ ചെയ്യും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, കാർബോഹൈഡ്രേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ, പിന്നെ മൺഡേ. ഇപ്പൊ 4 സെഷൻസ് ആണ് ഒരു ടോപ്പിക്കിന് നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ തന്നെ ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഡിസ്കഷൻസും ബാക്കി എക്സാംസും പിന്നെ ഈ എന്താ പറയാ MCQs, പിന്നെ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം തന്നെ അവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് പിന്നെ അമിനോ ആസിഡ്സിലേക്ക് പോവാ. അങ്ങനെ അതായത് സെഗ്മെന്റ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി ഇതിൽ നമ്മൾ മാക്സിമം ശ്രമിക്കും. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, അങ്ങനെ ഈ സ്പ്രെഡ് ഔട്ട് ആവില്ല. സ്പ്രെഡ് ഔട്ട് ആകുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി മിസ്സാവും. കണ്ടിന്യൂറ്റി മിസ്സാവുമ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറയാണ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഫസ്റ്റത്തെ വീക്ക്, സെക്കൻഡ് വീക്ക് അമിനോ ആസിഡ്സ് ആണ്, തേർഡ് വീക്ക് ഇപ്പോ വൈറോളജി ആണ്, ഫോർത്ത് വീക്ക് വേറെ എന്തെങ്കിലും. അങ്ങനെ ആ ടോപ്പിക് നമ്മൾ ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെന്നുള്ളതാണ് ഇപ്പം മനസ്സിലായിട്ടുള്ളത്. പിന്നെ നമുക്ക് റിലാക്സ് ആൻഡ് ഡിസ്കസ് എന്നുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. റിലാക്സ് ആൻഡ് ഡിസ്കസ് പിന്നെ ഈ ശരിക്കും നമ്മളെ സ്റ്റുഡന്റ് ഫാക്കൾട്ടി ഫോർമാറ്റും ഉണ്ട്. ഈ റിലാക്സ് ആൻഡ് ഡിസ്കസിൽ നമ്മൾ സാധാരണ ഈ ഓരോ വീക്കിലും നമ്മൾ പഠിച്ച സാധനത്തിന്റെ ഒരു ആകെത്തുക, അല്ലെങ്കിൽ 2 വീക്കിൽ അല്ലെങ്കിൽ മന്ത്ലി, അങ്ങനെ വീക്കിലി, ബൈ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് നമ്മൾ റിലാക്സ് ആൻഡ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇത്രയും കാലത്തെ നമ്മൾ എല്ലാ കോഴ്സിലും നമ്മൾ റിലാക്സ് ആൻഡ് ഡിസ്കസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ലാക്ക് ഓഫ് മോട്ടിവേഷനുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ രീതിയിലുള്ള മോട്ടിവേഷൻസും കിട്ടും. പിന്നെ ഡയറക്ഷൻസ് കിട്ടാതെ അലിഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഡയറക്ഷൻസും കൊടുക്കാറുണ്ട്. പിന്നെ ആ ടോപ്പിക് അതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റുഡന്റ് ഫാക്കൾട്ടി ചില സമയങ്ങളിൽ സ്റ്റുഡന്റ് ഫാക്കൾട്ടി അവരെന്നെ മുന്നോട്ട് വന്നിട്ട് പറയും, ഞാൻ ഈ ടോപ്പിക്ക്, അതായത് റിവ്യൂ, ഒരിക്കലും അവര് പ്രൈമറി ക്ലാസ് എടുക്കൂല, അതിന് പകരം റിവ്യൂ ഓഫ് ദ ടോപ്പിക്ക് അവരെടുക്കും. അപ്പൊ നമ്മളെ ഫാക്കൾട്ടിനെ പോലെ തന്നെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് നമുക്കുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വി ആർ ഓൾസോ ഹാപ്പി ടു പ്രൊവൈഡ് ദം എ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും അത് ഒരു വല്ലാത്തൊരു ഇതാണ്. എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുത്തത് LSന്റെ പ്ലാറ്റ്ഫോമിലെന്ന് പറഞ്ഞ എത്ര ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ. പിന്നെ നമ്മളെ ഈ വെബിനാർ സീരീസുകളെല്ലാം തന്നെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ നമ്മളെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് ആണിത്. അതിലിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ കരിയർ ഗ്രോത്ത് പറഞ്ഞ
സെമിനാർ ആയിരുന്നു. വൈശാഖ് സാറിൻ്റെതും പിന്നെ ഷമീൽ സാറിൻ്റെത് പിന്നെ ഡോക്ടർ രാജലക്ഷ്മി ഇവരൊക്കെ വെബിനാഴ്സ് ശരിക്കും കരിയർ പാത്ത് ആയിരുന്നു. പിന്നെ നമ്മളെ അഡ്വാൻസ്ഡ് ടെക്നിക്സിലാണ് അൻസാർ സാറിന്റെ സെമിനാർ ഉണ്ടായിരുന്നത്. അതുപോലെ ഒരുപാട് വെബിനാറുകൾ നമുക്ക് പിന്നെ ഇതുണ്ടായിരുന്നു. പ്രീ അനലിറ്റിക്കൽ ടെക്നിക്സിന് ഡോക്ടർ മായി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് വെബിനാറുകളും ഒക്കെ നമ്മളെ പ്ലാനിലുള്ളതാണ്. ഓൾറെഡി നമ്മൾ ചെയ്ത വെബിനാറുകൾ ഇതാണ്. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്തെങ്കിലും ക്ലിയറൻസ്. പിന്നെ ഞാൻ എന്തായാലും ഇപ്പോൾ PDF ഞാനിപ്പോൾ തന്നെ ഷെയർ ചെയ്യാം. ഏത് നമ്മളെ ഇതിന്റെ ഈ ഷെഡ്യൂൾ 200 സെഷൻസിന്റെ PDF ഞാൻ നമ്മളെ ലോങ് ടേം ബാച്ചിൽ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? എങ്ങനെയാണ്? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ നമ്മുടെ 1 ഇയർ പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഇപ്പൊ റൈസ് ചെയ്യാം. ചാറ്റ് ചെയ്താലും മതി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ചിലപ്പോൾ കുറച്ച് പേരെങ്കിലൊക്കെ പല കോച്ചിങ് ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടാകും മുമ്പ്. അവർക്കൊക്കെ ഇപ്പൊ തന്നെ ബോധ്യപ്പെട്ട് കാണും ഹൗ സിസ്റ്റമാറ്റിക് വി ആർ. നമ്മളെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ? ബാക്കിയുള്ള സ്ഥാപനങ്ങളായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ ഒരു സ്ഥാപനത്തിന്റെയും ഗുണനിലവാരത്തെ അളക്കുകയല്ല. പക്ഷെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആണ്. നമ്മൾ നമ്മുടെ കൺസെപ്റ്റുകളിൽ, നമ്മുടെ പദ്ധതികളിൽ വളരെ കോൺഫിഡന്റ് ആണെന്ന് നമുക്ക് സ്വയം ബോധ്യമുണ്ട് എന്ന് നിങ്ങളെ ഉറപ്പുവരുത്തുകയാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഷെഡ്യൂൾ അങ്ങ് തരാൻ പോവാണ്. എന്താണ് ഒരു വർഷം നമ്മൾ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ടോപ്പിക്സ്, എങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കേണ്ടത് എന്നുള്ള ഒരു സ്കെഡ്യൂൾ ഇന്ന് തന്നെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും പാക്ഡ് ആണ്. വി ആർ റെഡി ടു ഡെലിവർ. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇതിനോടൊരു സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പൊ ചന്ദ്രൻ സാർ പറഞ്ഞാണെങ്കിലും ആരിഫ് സാർ പറഞ്ഞാണെങ്കിലും അതിലൊക്കെയുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരുന്നു വെച്ചാൽ സ്റ്റിക്ക് ഓൺ. നിങ്ങൾ നമ്മളെ വിശ്വസിക്കുക. നമ്മൾ ഒരു വർഷം നമ്മളെ ട്രസ്റ്റ് ചെയ്യുക, നമ്മുടെ കൂടെ നിൽക്കുക, നമ്മുടെ പദ്ധതികളുടെ കൂടെ നിൽക്കുക, അതിന്റെ കൂടെ അറ്റ്ലീസ്റ്റ് അതിന്റെ കൂടെ എങ്കിലും റൺ ചെയ്യുക. ചന്ദ്ര സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. കഴിഞ്ഞ വർഷങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. തുടക്കത്തിൽ വളരെ ആവേശത്തോടു കൂടി വന്ന കുറെ കുട്ടികൾ ക്ലാസ്സുകൾ മിസ് ചെയ്യും, പിറ്റേന്ന് അടുത്ത ക്ലാസ് ആവും. ഇതിങ്ങനെ പൈലപ്പ് ചെയ്ത് അവസാനം അവർക്കത് അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെയായി. അവര് പിന്നെ വിഡ്രോവൽ സിംറ്റം ഒക്കെ കാണിച്ച് അവർ പുറകോട്ട് പോയി. കുറച്ച് പേരൊക്കെ ഞാൻ തിരിച്ച് വിളിച്ച് കൊണ്ടുവന്നായിരുന്നു. നിങ്ങൾ കുറച്ച് പുറകോട്ട് പോയാലും നിങ്ങളെ വിളിച്ചുണർത്തി ഒന്ന് തട്ടി വിളിച്ച് 1-2 തവണ തട്ടി ഉണർത്തി വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷെ 3-4 തവണ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ ഒരു സിസ്റ്റമാറ്റിക് രീതി എന്ന് വെച്ചാൽ ഒരു 90 ഡേയ്സ് എങ്കിലും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊരു ഹാബിറ്റായി മാറും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ 3 മന്ത് എന്ത് വില കൊടുത്തും ക്ലാസ് മിസ്സാവാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 3 മന്ത്സ്, ഒരു 90 ഡേയ്സ്, ഒരു 3 മാസം നിങ്ങൾ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഒരു 7:30 to 9:30 ഇതിനായിട്ട് പ്ലാൻ ചെയ്യുക. കുട്ടികളുടെ പഠിപ്പിക്കാനുണ്ടാവും, കുട്ടികളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. അതെല്ലാം ഇപ്പൊ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത തിങ്കളാഴ്ച മുതലാണ് നമ്മൾ ക്ലാസ് തുടങ്ങുക. ആക്ച്വലി ഇന്നിപ്പോ ഒരു ഓറിയന്റേഷൻ ആണ്. കുറെ പേർക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അവർക്കും കൂടി വെയിറ്റ് ചെയ്തിട്ട് അവരെയും കൂടെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് മൺഡേ മുതൽ സെഷൻസ് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ മൺഡേ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു മാനസികമായിട്ട് നിങ്ങൾ തയ്യാറാവുക. തിങ്കൾ, ബുധൻ, വെള്ളി രാത്രി 7:30 to 9:30 ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, എൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാന്ന് ഉറച്ചാണ് തീരുമാനിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. കുട്ടികളുടെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ, അന്ന് പാചകത്തിന് മാറ്റിവെക്കേണ്ട സമയം, വീട്ടുകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട സമയം ഒക്കെ അനുസരിച്ച് പ്ലാൻ ചെയ്യാം. അപ്പോൾ അതൊരു സിസ്റ്റമായിട്ട് മാറും. അങ്ങനെ 3 മന്ത് ആ സിസ്റ്റത്തിന്റെ ഗുണങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതൊരു 6 മന്ത്, പിന്നെ 1 ഇയർ, അതൊരു നല്ലൊരു ബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ചന്ദ്ര സാർ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അവരൊരു കാര്യം ചെയ്തോട്ടെ, നാളെ തൊട്ട് തുടങ്ങിക്കോട്ടെ 7:30-ക്ക്. മേശന് മുമ്പില് പേനയും ബുക്കും ഒക്കെ ആയിട്ടേ മേശന് മുമ്പിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചോട്ടെ, ഒരു ശീലമായിക്കോട്ടെ. സർ, ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. യെസ്, ഈ നോട്ട്സ് ഒക്കെ ആപ്പിലാണോ അവൈലബിൾ ആയിട്ടുണ്ടാവുക? നോട്ട്സ് നമുക്ക് ആപ്ലിക്കേഷനിലല്ല, നമുക്ക് വാട്സപ്പിൽ എല്ലാ ദിവസവും ക്ലാസ് നടക്കുന്നതിന് മുമ്പേ സാറ് നോട്ട്സ് തരാമെന്ന് പറഞ്ഞില്ലേ. ഒന്ന് ഓൾറെഡി പ്രിപ്പയർഡ് നോട്ട്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നോട്ട്സ് സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ആപ്ലിക്കേഷനിലും അവൈലബിൾ ആണ്. രണ്ടും ഉണ്ട്. ഓക്കെ. അല്ല, ആപ്പിൽ മാത്രമാകുമ്പോ നമുക്ക് ഇപ്പൊ സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് പ്രിന്റ് എടുത്ത് യൂസ് ചെയ്യാനൊന്നും പ്രിന്റ് എടുക്കാൻ നിങ്ങളുടെ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഒരു ALS ബാച്ച് 4 എന്ന ഗ്രൂപ്പിൽ നിങ്ങളെല്ലാം ചേർത്തിട്ടുണ്ടാവും. അതിനകത്ത് എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും കൃത്യമായിട്ട് 90% സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളെ ക്ലാസ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ വർഷം തരാൻ പറ്റും. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ക്ലാസ് തുടങ്ങുന്നതിന് ഇപ്പൊ തിങ്കളാഴ്ച നമുക്ക് മൈക്കോളജി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് സൺഡേ തന്നെ ഒരു പക്ഷേ നമുക്ക് ആ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചിട്ട് വരാം. ഓൾറെഡി ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് മാനസികമായിട്ടൊക്കെ വായിച്ചിട്ട് ബേസിക്സ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് ക്ലാസ് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്സപ്പിൽ അത് ഉണ്ടാവും, വേണ്ടവർക്ക് പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ അത് വായിച്ചിട്ട് വരാം. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു 99% മെറ്റീരിയൽ റെഡിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും നമുക്ക് ചില മെറ്റീരിയൽസ് അപ്ഡേറ്റ് ചെയ്യണം നമുക്ക് തോന്നിയിട്ടുള്ള ചില മെറ്റീരിയൽസ് ചിലപ്പോൾ പിറ്റേന്നായിരിക്കും റിലീസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഫാക്കൽറ്റി ചിലപ്പോൾ ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്ത ചില മെറ്റീരിയൽസ് ഉണ്ട്. ചില ഏരിയയിൽ 1-2 ഏരിയകളിലൊക്കെ ചിലതൊക്കെ അപ്ഡേറ്റ് ചെയ്യാണ്ട് നമുക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. അത് അപ്ഡേറ്റഡ് വേർഷൻസ് നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും തരാം കേട്ടോ. ഇറ്റ്സ് ഓക്കെ. ആ, ഓക്കെ ഓക്കെ. കോഴ്സ് തീരുമ്പോഴേ എല്ലാ ടോപ്പിക്കിന്റെയും നോട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുത്തിട്ട് ബൈൻഡ് ചെയ്തിട്ട് ത്രൂ ഔട്ട് യുവർ ലൈഫ് ഒരു പാർട്ട്ണർ, ഒരു കമ്പാനിയൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ദാറ്റ് ഈസ് അവർ പ്രോമിസ്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാം. നിങ്ങൾക്ക് ഇതിൽ ബോധ്യപ്പെട്ടെങ്കിൽ എല്ലാം ബോധ്യപ്പെടലുകളാണ്, മനസ്സിലായല്ലോ. നിങ്ങൾ ഇത് ALS സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലായിടത്തും ഇറങ്ങി തിരിച്ചിങ്ങനെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. കുറച്ച് ആളുകളോട് നമ്മൾ കാര്യങ്ങൾ പറയും. നിങ്ങൾക്കിത് ബോധ്യപ്പെട്ടു, ഫീൽ ഗുഡ് ആണെങ്കിൽ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതൊക്കെയാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ഇത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈം ബാച്ച് ആരിഫ് സാർ പറഞ്ഞതുപോലെ നമ്മൾ നിർബന്ധിതരാകുമായിരുന്നു തുടങ്ങാൻ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അതിങ്ങനെ ലോങ് ടൈം ബാച്ച് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. നമുക്കിതൊരു വലിയ എഫേർട്ടാണ്. നിങ്ങൾക്കറിയാം, എത്രയൊക്കെ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഇത്ര കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമല്ല എന്നുള്ള അറിയാലോ. 2, 3, 4 പേരൊക്കെ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി, നമുക്കൊക്കെ ജോലിയുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ അതിന്റെ ഇടയിൽ ഇത്ര ഇതിന് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം ആദ്യം. അപ്പോ അപ്പോ അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പലരുടെ ഈ ഗ്രൂപ്പിലിരിക്കുന്ന പലരുടെ റിക്വസ്റ്റിന്റെ പുറത്താണെങ്കിൽ ബാച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാ, ഇഫ് യു ഫീൽ ഗുഡ്, മനസ്സിലായല്ലോ. നമ്മളെ കൂടെ ബാക്കിയുള്ളവരൊക്കെ ജോലിയിൽ കയറട്ടെ. നല്ലൊരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇപ്പോൾ ഒരു നല്ല ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാന്യമായ ശമ്പളമുണ്ട്, സുരക്ഷിതത്വം ഉണ്ട്, നാട്ടിൽ തന്നെ ഫാമിലിയുടെ കൂടെ നിന്ന് ജോലി ചെയ്യാം, കുടുംബത്തോടു കൂടി ജീവിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി അങ്ങനെ മുന്നോട്ട് പോകാം. പല വിദേശ രാജ്യങ്ങളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. പാക്കേജ് ഒന്നും ചിലപ്പോൾ അത്ര അട്രാക്റ്റീവ് അല്ലാതെയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ കോമ്പറ്റീഷൻ, ഇന്റർനാഷണൽ കോമ്പറ്റീഷനും കൂടുതലാണ്. എന്നാൽ അവിടെ സാധ്യതകൾ ഇല്ലാന്നൊന്നും പറയുന്നില്ല, സാധ്യതകൾ ഉണ്ട്. ചിലപ്പോൾ പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ നാട്ടിലെ ജോലിയും അത്ര മോശപ്പെട്ട ഒരു സംഗതിയല്ല. വളരെ ചിലർക്ക് നാട്ടിലെ ജോലി ചെയ്യാനും പറ്റുണ്ടാവുള്ളൂ. വിദേശത്തേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ പലർക്കും പല ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ ജോലി എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, കംഫർട്ടബിൾ ആയിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ആ നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ചെറിയ ശമ്പളത്തിന് ഒരു പ്രൈവറ്റ് ജോലി, പ്രൈവറ്റ് ലാബിൽ ജോലി ചെയ്യേണ്ടതുണ്ടോ നമ്മൾ ആലോചിക്കണം. കാരണം നമുക്ക് അത്ര കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പം ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കിലി ഒരു 8 hours, ഒരു 10 hours നമുക്കൊന്ന് മാറ്റി വെച്ച് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട്, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്താതിരിക്കണ്ടല്ലോ. അതാണ് അതിനകത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ ഒരു 6 month, നിങ്ങൾ ഒരു 3 month നിങ്ങളൊന്ന് നോക്ക്, നമ്മുടെ കൂടെ വന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പോസിബിൾ ആണ്. ഇറ്റ് ഈസ് പോസിബിൾ, എന്നെ കൊണ്ട് ഇത് പറ്റും. ഞാൻ ഇത്രയും കാലം പഠിക്കാതിരുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. എനിക്കിത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ആ കൺസെപ്റ്റ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ഇതൊക്കെ എളുപ്പമായിരുന്നു. ഇപ്പോൾ ആ കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി.
എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റും, എന്റെ തലച്ചുകൊണ്ട് ഉൾക്കൊള്ളാവുന്ന സംഗതികളൊക്കെ തന്നെ ഉള്ളൂ. ഇത് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി, നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതി, വീണ്ടും ഒക്കെ ഒന്ന് വായിച്ച്, ഒന്ന് കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്തി, ക്ലാസ്സിലൊക്കെ ഒന്ന് വന്ന് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട്, ക്ലാസ്സിലെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ചോദിച്ച് ഒക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലുള്ള സംഗതിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. പിന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രണ്ടാമത്തെ സംഗതി വെച്ചാൽ നല്ലൊരു ടീം, ചന്ദ്ര സാർ അടക്കം നേതൃത്വം കൊടുക്കുന്ന നല്ലൊരു ടീം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ മുന്നോട്ട് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഗ്രോത്തിൽ. ഇപ്പൊ നിങ്ങളെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം ഞങ്ങളും വളരുന്നുണ്ട്. മനസ്സിലായി, നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ പുതിയ പുസ്തകം നോക്കുന്നുണ്ട്, പുതിയ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്, പല കാര്യങ്ങൾ പല കുറെ ആളുകളായിട്ട് ഞാൻ ഇപ്പൊ പരിചയപ്പെട്ടു. 500 MLT-കാരായിട്ട് പരിചയപ്പെട്ടു. കുറെ പേരെ പേഴ്സണലായിട്ട് സംസാരിക്കാറുണ്ട്. അവരുടെ പേഴ്സണൽ ഇഷ്യൂസ്, പ്രൊഫഷണൽ ഇഷ്യൂസ് ഒക്കെ ഇടപെടാറുണ്ട്. അപ്പൊ നമ്മളും അറിയാതെ നമ്മുടെ ബോധതലം, നമ്മുടെ അവയർനെസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ വളരുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂട്ടായിട്ട് വളരാം. ഞങ്ങൾ വളരെ കോൺഫിഡന്റ്. അപ്പൊ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആണ്. ഇപ്പൊ ആരിഫ് സാറിന്റെ പ്രസന്റേഷൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയി. ഇപ്പൊ ചന്ദ്ര സാറൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് കഴിഞ്ഞ വർഷത്തേക്കാൾ നമ്മൾ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കാ. നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തത് കാർബോഹൈഡ്രേറ്റ് തുടങ്ങുകയാണെങ്കിൽ 4 ദിവസം 5 ദിവസം കൊണ്ട് കാർബോഹൈഡ്രേറ്റ് തീർക്കാം. പണ്ട് നമ്മൾ ഒരു ദിവസം കാർബോഹൈഡ്രേറ്റ് പഠിപ്പിക്കും, നെക്സ്റ്റ് ഡേ നമ്മൾ മൈക്കോളജി ആയിരിക്കും, അതിന് നെക്സ്റ്റ് ഡേ നമ്മൾ RBC-നെ പറ്റി ആയിരിക്കും പഠിപ്പിക്കുക, ഹെമറ്റോളജി ആയിരിക്കും. പക്ഷെ അപ്പൊ കുട്ടികൾ തന്നെ ഒരു വല്ലാത്തൊരു കൺഫ്യൂസ്ഡ് ആയി നമുക്ക് തോന്നി. ഇപ്രാവശ്യം നമ്മൾ അത് മാറ്റി. കാർബോഹൈഡ്രേറ്റ് കെമിസ്ട്രിയിൽ എന്ന ഏരിയ നമ്മളത് തീർക്കും. എൻസൈമോളജി ആദ്യം മുതൽ അവസാനം വരെ പഠിച്ച് വേണമെങ്കിൽ നമുക്ക് സൺഡേ റിലാക്സ് ആൻഡ് ഡിസ്കസ്. ചന്ദ്ര സാറൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. സൺഡേകളിൽ ഉണ്ടാവും, സാറായിട്ട് നിങ്ങൾക്ക് സംവദിക്കാം. നമുക്ക് റിലാക്സ് ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ റിലാക്സ് ആയിട്ട് നമുക്ക് ആ ഏരിയയിലുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോകാം. മനസ്സിലായല്ലോ, സൺഡേകളിലോ 2 സൺഡേ കൂടുമ്പോഴൊക്കെ. അപ്പൊ അതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക് വൈസ് കംപ്ലീറ്റ് ചെയ്ത് പോകാനാണ് ഇപ്രാവശ്യം തീരുമാനം. ഒരു 3 മാസം നമ്മൾ നോക്കും. അത് വിജയകരമാവും തന്നെയാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യും. പിന്നെ MLT പുസ്തകങ്ങൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഏതെങ്കിലുമൊക്കെ MLT പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ബേസിക് പുസ്തകങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ചന്ദ്ര സാർ പറഞ്ഞു നാളെ 7:30 മുതൽ നിങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞു. അപ്പൊ നാളെ 4:30 നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പുസ്തകങ്ങൾ നിങ്ങൾ ഒരുക്കി വെക്കുക. നിങ്ങളൊരു മേശപ്പുറം ഒരുക്കി വെക്കുക. എല്ലാത്തൊരു മാനസികമായ ഒരുക്കണ്ടല്ലോ. നിങ്ങളുടെ മേശപ്പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു 3 നോട്ട് പുസ്തകം ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞു. 200 പേജിന്റെ 3 നോട്ട് ബുക്ക്. പാരിസ് സാർ നേരത്തെ പറഞ്ഞു നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നോളൂ, അബുദാബിയിൽ വന്നോളൂ എന്ന് പറഞ്ഞു. എന്താ സംഭവം അറിയോ? അവിടെ 3 നോട്ട് ബുക്ക് ഉണ്ട്, പത്തോളജിയുടെയും മൈക്രോബയോളജിയുടെയും ബയോകെമിസ്ട്രിയുടെ. അതിനകത്ത് എല്ലാ സംഗതികളും ഉണ്ട്. പ്രധാനപ്പെട്ട എല്ലാ റെഫറൻസ് പുസ്തകങ്ങളുടെയും അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഒക്കെ ഒരു 10 വർഷത്തെ 15 വർഷത്തെയൊക്കെ പുതുതായിട്ട് കണ്ടെത്തിയ പോയിന്റുകളും പഴയ പോയിന്റുകളൊക്കെ ആ നോട്ട് പുസ്തകത്തിലുണ്ട്. അപ്പൊ അത് ആളുടെ അൾട്ടിമേറ്റ് റെഫറൻസ് ആണ്. പിന്നെ ആ പുസ്തകം നോക്കുക, ഈ പുസ്തകം മറിക്കുക, അതിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം അവിടെ ഉണ്ട്. അതേപോലെ ഒരു നോട്ട് ബുക്ക് നിങ്ങൾ ഈ പഠനത്തിന് കൂടെ നിങ്ങൾക്ക് തയ്യാറാക്കാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ 200 പേജിന്റെ ഒരു ഗിഫ്റ്റ്, ഒരു ഓണം ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെ വാങ്ങിക്കണം. ഒരു 3 പുസ്തകം, ഒരു പത്തോളജിക്ക് ഒരു പുസ്തകം, മൈക്രോബയോളജിക്ക് ഒരു പുസ്തകം, ഒരു നോട്ട് ബുക്ക്, ബയോകെമിസ്ട്രിക്ക് ഒരു നോട്ട് ബുക്ക്, പിന്നെ വേണമെങ്കിൽ മിസലേനിയസ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ആ ഒരു 3 നോട്ട് പുസ്തകം വാങ്ങിക്കുക. നാളെ മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള MLT ബുക്കുകളൊക്കെ ഒന്ന് മറിച്ച് നോക്കുക. ഇപ്പൊ രാംനിക് സൂദ് ആയിരിക്കാം, ചിലപ്പം നമ്മുടെ മൈക്രോബയോളജിയിലെ അപൂർവ ശാസ്ത്രി ആയിരിക്കാം, അല്ലെങ്കിൽ വാസുദേവൻ ശ്രീമാരിയുടെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ രാംനിക് സൂദിന്റെ ടെക്സ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രഫുൽ ഗോഡ്കാർ ആയിരിക്കാം. ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ബേസിക് ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവുമല്ലോ. അതൊക്കെ ഒന്ന് ഒതുക്കി അവിടെ വെക്കുക, സെറ്റാക്കി തുടങ്ങാം. നാളെ തന്നെ വേണമെങ്കിൽ ഈ MLT ഈ കോഴ്സിന് ചോദിച്ചവർക്കെല്ലാം ഞാൻ പേഴ്സണലായിട്ട് എന്നോട് എന്തെങ്കിലും വായിക്കാണ്ടെന്ന് ചോദിച്ചവർക്കൊക്കെ ഞാൻ തന്നെ മുമ്പ് നമ്മൾ തന്നെ കുറെ സുഹൃത്തുക്കളും ടീച്ചേഴ്സും കൂടെ തയ്യാറാക്കിയ ഒരു MLT-യുടെ സൂപ്പർ റാങ്ക് ഫയൽ ഞാൻ കുറെ പേർക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു തുടങ്ങാം. മനസ്സിലായല്ലോ, വെറുതെ അതൊക്കെ കണ്ണോടിച്ച് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒക്കെ ഒരു ഐഡിയ കിട്ടും. അത് സമഗ്രമൊന്നുമല്ല, പക്ഷെ ഒരാഴ്ച നിങ്ങൾക്ക് വെറുതെ അതിലൊക്കെ കണ്ണോടിച്ച് നോക്കാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു 1 വീക്ക് ഒരു മെന്റൽ പ്രിപ്പറേഷന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ RRB-കാരുടെ ഒക്കെ നേരത്തെ ആരിഫ് സാർ പറഞ്ഞു. ഇപ്പൊ RRB-യിലെ എക്സാമിലൊക്കെ ചിലപ്പോൾ മെന്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, അതുപോലെ തന്നെ ചിലപ്പോൾ ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ഒക്കെ പറഞ്ഞ് ജനറൽ സ്റ്റഡീസ് GS എന്നൊരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് സയൻസ് ഒക്കെ അതിനകത്ത് ചോദിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ 20 പേര് 30 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ മേഖലയിൽ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന കുറെ ആളുകളെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാം. ഈ മത്സര പരീക്ഷാ മേഖലയിൽ നടന്നതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് മെന്റൽ എബിലിറ്റിയും ന്യൂമറിക്കൽ എബിലിറ്റിയും അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ നമ്മുടെ കയ്യിലുണ്ട് ധാരാളം. അപ്പൊ നിങ്ങൾ ഒരു 10-30 പേരുണ്ട്. ഞങ്ങൾ RRB എക്സാം ഇന്ന ദിവസം നടക്കുകയാണ്, February 8-ന് RRB എക്സാം. അപ്പൊ നമുക്ക് ജനുവരി വേണമെങ്കിൽ നമുക്ക് ഈ ഗ്യാപ്പുള്ള ദിവസങ്ങളിലോ സാറ്റർഡേ സൺഡേ ഒക്കെ അത്തരം ക്ലാസ്സുകൾ ALS-ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും, ഫാക്കൽറ്റിനെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അതാണ് ആ വിഷയത്തിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റുക. അല്ല ALS ആയിട്ട് മെന്റൽ എബിലിറ്റി ന്യൂമറിക്കൽ എബിലിറ്റി ഒന്നും പഠിപ്പിക്കില്ല, ബട്ട് വി ക്യാൻ ഹെൽപ്പ് യു. മനസ്സിലായല്ലോ, അതായിരുന്നു മറ്റൊരു കാര്യം പറയാനുണ്ടായിരുന്നത്.
ഓക്കെ. ഇനി വേറെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇടയ്ക്ക് നമുക്ക് ഇതേപോലെ സംസാരിക്കാം. എല്ലാവരും നമുക്ക് കൂട്ടായിട്ട് ഒന്ന് പ്രയത്നിച്ചു നോക്കാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യല്ലേ സാറേ? ചന്ദ്ര സാറേ, നമുക്ക് തൽക്കാലം നിർത്തിയാലോ? നാട്ടിൽ യെസ്. ഓൾമോസ്റ്റ് ഇന്നിപ്പോ 9:20 ആരിഫ് സാർ ഇപ്പൊ അതൊന്നും ഇപ്പൊ ഗ്രൂപ്പിലിടും. ഗ്രൂപ്പിലിട്ട് ആ പാറ്റേൺ വെച്ചിട്ട് ഇവരൊന്ന് പ്ലാൻ ചെയ്തോട്ടെ. പ്ലാൻ ചെയ്തോട്ടെ. ഓക്കെ. ആ അപ്പൊ ഒരാഴ്ച അവര് 7:30 to 9:30 എന്നപ്പോ ആ സമയം ഇവർ അഡാപ്റ്റ് ചെയ്ത് വരും. 7:30 അതെ. to 9:30 കൊച്ചു കുട്ടികളൊക്കെ പഠിപ്പിക്കാനുള്ളതൊക്കെ നേരത്തെ പഠിപ്പിച്ച് വെച്ച് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് യെസ്. 1 വീക്ക് നിങ്ങളൊരു മെന്റലി ആ ഒരു സ്റ്റേറ്റിലേക്ക് വരണം എന്നാണ് സാറ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള ആ ഷെഡ്യൂൾ ഉണ്ടാവും. നിങ്ങളുടെ പുസ്തകം റെഡിയാക്കി വെക്കുക, കുറച്ചൊക്കെ ഒന്ന് മറിച്ച് നോക്കുക. അപ്പൊ ആ ഷെഡ്യൂളിനനുസരിച്ച് 1 മന്തിന്റെ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഈ നെക്സ്റ്റ് വീക്കിൽ വേണമെങ്കിൽ നോക്കാലോ. നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ആക്സസ് കിട്ടും. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നോക്കാം. അപ്പൊ ഈ നെക്സ്റ്റ് 1 മന്തിനുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഷെഡ്യൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ ഈ ഒരു 1 വീക്ക് തന്നെ പ്രിപ്പറേഷൻ വെറുതെ ഇങ്ങനെ ഓടിച്ചൊന്ന് സ്കാൻ ചെയ്ത് പോകാം ആ ഏരിയകളൊക്കെ. അപ്പൊ നിങ്ങൾ ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഓക്കെ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വെറുതെ ഒരു പരീക്ഷ എഴുതി നോക്കാം. അപ്പൊ ഈ കഴിഞ്ഞ DME എക്സാം എഴുതാത്തവര് അല്ലെങ്കിൽ കഴിഞ്ഞ DHSന്റെ എക്സാം ഏറ്റവും അവസാനം നടന്ന ഒരു എക്സാം വെറുതെ നിങ്ങൾക്ക് എഴുതി നോക്കാം. ഒരു പണിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു PSന്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പണി അതാണ്. ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്ന സെൽഫ് അസസ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആഴ്ച ഉപയോഗിക്കാം. 1-2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ഈ അവസാനം നടന്ന DME അത് എഴുതിയിട്ടില്ലെങ്കിൽ എഴുതിയിട്ടില്ലെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ തലയിൽ എത്രത്തോളം ഉണ്ട് നിങ്ങൾ നോക്കാം. 100 ക്വസ്റ്റ്യൻ ഒരു പരീക്ഷ എഴുതുന്ന ഭാവത്തിൽ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എഴുതി നോക്കുക. ആൻസർ നോക്കുക. ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട് നോക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് നോക്കുക. കഴിഞ്ഞ DHS എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അത് എഴുതി നോക്കുക. MSCMLT എൻട്രൻസ് ആണെങ്കിൽ ഈ അവസാനം നടന്ന MSCMLT എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതിൽ എത്രത്തോളം എനിക്ക് മാർക്ക് കിട്ടി നോക്കുക. ആൻസർ കീ അവൈലബിൾ ആണ്. അപ്പൊ അറ്റ് പ്രസന്റ് നിങ്ങൾ എവിടെയാ നിൽക്കുന്നതെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നിട്ട് അവിടുന്ന് നിങ്ങൾക്ക് ഇത്ര ബിൽഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഇതൊക്കെ നമ്മൾ പതിയെ പറഞ്ഞു തരും. ഓക്കെ. അപ്പൊ നിങ്ങൾ നമ്മളെ കുറിച്ച് കോൺഫിഡന്റ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഒരു ടീമിനെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും വിഷമം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് സ്കിപ്പ് ആവുമ്പോൾ ഭയങ്കര വേദനിക്കുന്ന കൂട്ടത്തിലാണ് നമ്മളൊക്കെ. കാരണം നമ്മൾ ഇത്രയും സ്ട്രെയിൻ ഇട്ടിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പുറത്ത് ക്ലാസ് സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മെന്റൽ പെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഉണ്ടാക്കരുത്. അത് നമുക്കൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് സന്തോഷത്തോടു കൂടി പഠിച്ചുകൊണ്ട് വേണ്ട വെച്ചാൽ മാക്സിമം ലൈവായിട്ട് ക്ലാസ്സിൽ അറ്റൻഡൻസ് ഉണ്ടാവാം. ഞാൻ അറ്റൻഡൻസ് ഒക്കെ മോണിറ്റർ ചെയ്യും. എല്ലാവരും അറ്റൻഡൻസ് ഒക്കെ നമ്മൾ നോക്കാറുണ്ട്, പേഴ്സണലായിട്ട് വിളിക്കാറുണ്ട്, വാട്സപ്പ് ചെയ്യാറുണ്ട്, എന്താ ക്ലാസ് വരാത്തൊക്കെ ചോദിക്കാറുണ്ട്. ഇനി ചിലപ്പോൾ അതൊന്നും ഉണ്ടാവണമെന്നില്ല. എല്ലായ്പ്പോഴും ഇത് ചെയ്യാനൊന്നും നമുക്ക് പറ്റണമെന്നില്ല. 1-2 തവണയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഉണർത്തും. ചിലപ്പോൾ തീരെ ക്ലാസ്സിൽ കാണാതെ ആകുമ്പോഴൊക്കെ. പക്ഷെ അങ്ങനെ ഒരു 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 അവസ്ഥയിലേക്ക് പോകരുത്. മാക്സിമം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും ക്ലാസ്സിന് വരാൻ പറ്റിയില്ലെങ്കിൽ പറയാം, ദിസ് ഇസ് ദ റീസൺ. അപ്പൊ നമുക്കൊരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യും. നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിൽ ഒരു 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 നമുക്കും ഒരു മുന്നോട്ട് പോകാനുള്ള എനർജി എന്നാണ്. നിങ്ങളുടെ ഫീസ് ഇതൊന്നുമല്ല, നിങ്ങളുടെ ആ ഒരു എന്താ പറയാ കോൺട്രിബ്യൂഷൻ, നിങ്ങൾ റിസൾട്ട് ഇങ്ങനെ കാണുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ബൂസ്റ്റ് എന്ന് പറയുന്നത്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നിങ്ങൾ നമ്മളെ കേട്ടിരുന്നതിൽ സന്തോഷം. നമുക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് പഠിക്കാം. ചന്ദ്ര സാറിന് പ്രത്യേക സ്നേഹവും നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുന്നു എല്ലാവർക്കും വേണ്ടി. അതോടൊപ്പം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ 1 ഇയർ പാക്കേജ് പ്രസന്റ് ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്ത് സ്നേഹിതൻ ആരിഫ് സാറിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. തൽക്കാലം നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് നൈറ്റ്.